നിങ്ങളുടെ താല്പര്യമാണ്. വളരെ സിമ്പിളായി ബ്ലോക്ക് ചെയിൻ എന്താണ്, ക്രിപ്റ്റോ എന്താണ് ഇത് മനസ്സിലാക്കണോ, അതോ പ്രോജക്റ്റിനെ കുറിച്ച് മാത്രം മനസ്സിലാക്കിയാൽ മതി? ടെക്നിക്കൽ വേണം. എല്ലാവരും പറയും, നിങ്ങൾ എല്ലാവരും അഭിപ്രായമാണ്. അതെ, അതായത് ചില ആൾക്കാർക്ക് ഒത്തിരി അറിയായിരിക്കും. അപ്പൊ വളരെ ചെറിയ കാര്യങ്ങൾ പറയുമ്പോൾ അവർക്കൊന്നും ഇതൊക്കെ എനിക്ക് അറിയാമല്ലോ. പക്ഷെ നമ്മൾ അങ്ങേയറ്റത്ത് പറയുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഇങ്ങേയറ്റത്ത് നിൽക്കുന്നവർക്ക് പക്ഷെ അങ്ങോട്ട് ക്യാച്ച് ചെയ്ത് വരണമെന്നില്ല. നമ്മുടെ ഫസ്റ്റ് പ്രോഗ്രാം ശരിയല്ലേ? എന്നാലും മജോറിറ്റി ആണ്, ഡെമോക്രസി അല്ലേ. ടെക്നിക്കൽ പാർട്ടിയുടെ ചെറുതായിട്ടെങ്കിലും വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ മാത്രം കൈവക്കുക. ഒന്ന് കൈവെക്കും. ജസ്റ്റ് എണ്ണാൻ വേണ്ടി 1, 2, 3, 4, 5, 6, 10. ഓക്കെ. വേണ്ടെന്ന് പറയുന്നത് ടെക്നോളജിയെ കുറിച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ടെക്നോളജി വെച്ച് എന്ത് ചെയ്യാനും പറ്റും? കാശുണ്ടാക്കാനും പറ്റും അല്ലെ? എന്ന് കാശുണ്ടാക്കുന്നവരെല്ലാം കൂടുതൽ ടെക്നോളജി ഉപയോഗിച്ച് കാശുണ്ടാക്കുന്നവരാണ്. അപ്പം അതിന്റെ ബേസിക് ആയിട്ടൊരു കാര്യം നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാകാൻ വേണ്ടി നമുക്ക് ഒരു കാര്യം ജസ്റ്റ് ഒന്ന് പോവാം. പഴയ കാലഘട്ടത്തില് ഈ ഓഫീസുകൾ ഉണ്ടായിരുന്നു. ഓഫീസുകളിൽ പോകുമ്പോഴത്തേക്കും ഓഫീസിന്റെ ഒരു സൈഡിൽ കുറെ റാക്കാണ്. ഈ റാക്കിൽ എന്തുണ്ടാവും? കുറെ സാധനം ഫയൽ ഇങ്ങനെ അടുക്കി വെച്ചിട്ട് അപ്പൊ നമ്മൾ എന്തൊരു സാധനം പറയുമ്പോഴത്തേക്കും അവിടെ നിന്ന് ഒരു കോമ്പൗണ്ടർ പോയി ആ സാധനം എല്ലാം എടുത്ത് പൊടിയൊക്കെ തട്ടിട്ട് ഈ സാധനം എടുത്തുകൊണ്ട് വരും. ഓർമ്മയുണ്ടോ? ഉണ്ടോ? റെക്കോർഡ് കീപ്പിംഗ്. റെക്കോർഡ് കീപ്പിംഗ് എന്ന് പറയുന്ന സാധനം അക്കാലത്ത് പഴയ കാലഘട്ടത്തിൽ അങ്ങനെ ആയിരുന്നു. ഈ റെക്കോർഡ് കീപ്പിംഗ് എന്ന് പറയുന്ന സാധനം കുറച്ചങ്ങോട്ട് മുന്നോട്ട് വന്നപ്പോഴത്തേക്കും ഈ റെക്കോർഡ്സ് കീപ്പ് ചെയ്യാൻ വേണ്ടി അതിന് പറയുന്ന സാധനത്തിന് പറയുന്നതാണ് ഡാറ്റ. എന്താണ്? ഡാറ്റ അല്ലെ? ഈ ഡാറ്റ കീപ്പ് ചെയ്യാൻ വേണ്ടി ഈ തട്ടിപ്പൊട്ടിക്കളയുന്ന ഫയലുകൾ വലിയ ബുദ്ധിമുട്ടായി വന്നു. അത്യാവശ്യമുള്ള ഫയൽ ചില സമയത്ത് കത്തിപ്പോകും, അങ്ങനെ സാധനം ഇല്ലാണ്ട് കിളി കഴിക്കും. ഇങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്കാണ് അത്യാവശ്യമായി ലോകത്തിൽ മാറ്റം വേണ്ടി വന്നു. ആ ലോകത്തിൽ വന്ന മാറ്റമാണ് എന്ത്? പഴയ സുരേഷ് ഗോപിയുടെ പടമൊക്കെ FIR ഒക്കെ കാണുമ്പോഴത്തേക്ക് ഒരു ഫ്ലോപ്പി ഡിസ്ക് കിട്ടുന്നുണ്ട്. ഇതിനകത്ത് ഇങ്ങനെ കുത്തുന്നു എടുക്കുന്നു. ഓർക്കുന്നുണ്ടാ? ഫ്ലോപ്പി ഡിസ്ക് അക്കാലത്ത് പുതിയ അത് വലിയ സംഭവമായിരുന്നു അതൊക്കെ. അതിനുശേഷം CD, DVD, റൈറ്റിംഗ്, ഇങ്ങനെ ഒത്തിരി കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പെൻ ഡ്രൈവ്, ഹാർഡ് ഡിസ്കുകൾ ഇങ്ങനെ മാറി വന്നു. എന്തിനു വേണ്ടിയാ? ബേസിക്കലി എന്തിനു വേണ്ടിയാ? റെക്കോർഡ് കീപ്പ് ചെയ്യാൻ വേണ്ടി. അത്രേ ഉള്ളൂ. അതായത് ഡാറ്റ ശരിക്കും പറഞ്ഞ ഒരു ഫയലും കൊണ്ട് ഇപ്പൊ ഈ തിരുവനന്തപുരത്തിലേക്ക് ഒരു ഫയൽ അയക്കണം, ഇതും കൊണ്ട് എടുത്തുകൊണ്ട് പോകണമായിരുന്നു പണ്ട്. പക്ഷെ അത് ഭയങ്കര പാടല്ലേ. അതുകൊണ്ടാണ് അതിന് മാറ്റത്തിന് വേണ്ടി ലോകത്തിന് കാലാകാലങ്ങളിൽ ധാരാളം ഇങ്ങനെ ചേഞ്ചസ് വന്നുകൊണ്ടേയിരുന്നു. പിന്നെ ഒന്ന് ആലോചിച്ച് വെക്കുക, ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് അന്നത്തെ മൊബൈൽ ഫോണിനകത്ത് വലിയൊരു സംഭവമായിരുന്നു ബ്ലൂടൂത്ത് ഉള്ള ഫോണൊക്കെ. അന്നത്തെ ഞങ്ങളോട് പഠിക്കുന്ന ആൾക്കാർ ഭയങ്കര കാശാരി പിള്ളേരൊക്കെ ഉണ്ട്. അമ്മമാരെ കൊണ്ടുവന്നിട്ട് ബ്ലൂടൂത്ത് വഴി അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുന്നത് അതൊരു വലിയ സംഭവമായിരുന്നു. ബ്ലൂടൂത്തിന്റെ കാലഘട്ടമാണ്. അത് എന്തിനു വേണ്ടിയാ ബേസിക്കലി ചെയ്തത്? നമുക്ക് സാധനം ഒരിടത്തുനിന്ന് മറ്റൊരിടത്തോട്ട് അയക്കണം, ശരിയല്ലേ? ഇതല്ലേ ഉള്ളൂ. ഇങ്ങനെ അയക്കാൻ വേണ്ടി ഇതൊക്കെ നമ്മൾ ചെയ്തത്. കുറച്ചങ്ങോട്ട് കാലഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിനു വേണ്ടി വേറൊരു കാര്യം കൂടെ വന്നു. അന്നാണ് ഈ ചില ഓഫീസുകളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൈഫൈ വഴി അങ്ങോട്ടും ഇങ്ങോട്ടും സാധനം അയക്കുന്ന സിസ്റ്റം ഒക്കെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് വീണ്ടും സംഭവിച്ച ഒരു കാര്യമാണ് നോക്കിയും വലിയൊരു മാറ്റം. കാരണം എന്നാൽ ഈ ഒരു സംഭവം അന്ന് ഫ്ലോപ്പി ഡിസ്കിലോ ഡ്രൈവിലോ ഒക്കെ ആക്കി ഒരിടത്തോട്ടും മറ്റൊരിടത്തോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടുണ്ടല്ലോ അല്ലേ? പാടാ. ഈ സാധനം എടുത്തോണ്ട് ട്രാവൽ ചെയ്യണം. ട്രാവൽ ചെയ്യാതിരിക്കാൻ എന്താ മാർഗം? അങ്ങനെ ഒരു മാർഗം കണ്ടുപിടിച്ചു. ആ മാർഗത്തിന്റെ പേരാണ് എന്തിനു വേണ്ടി അത് ബേസിക്കലി കണ്ടുപിടിച്ചത്? നിങ്ങളുടെ കയ്യിലുള്ള കുറെ ഡാറ്റ, ഈ ഡാറ്റ എവിടെയെങ്കിലും ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടൊരു സിസ്റ്റത്തിലേക്ക് കയറ്റി വെക്കും. ലോകത്തിൽ ആർക്ക് വേണമെന്നുണ്ടെങ്കിൽ എപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ എവിടെ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ എടുക്കാം. സിമ്പിളായിരുന്നു. ഇതിനു വേണ്ടി ഇന്റർനെറ്റ് കണ്ടുപിടിച്ചത്, വേറൊന്നിനുമല്ല. ഈ ഇന്റർനെറ്റിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഇതൊരു വെബ്സൈറ്റ് വഴിയാണ് ഷെയർ ചെയ്യുന്നത്, ശരിയല്ലേ? ഒരു വെബ്സൈറ്റ് ഉണ്ടോ? അപ്പൊ ഈ വെബ്സൈറ്റിൽ അതിനെ നമുക്കൊരു സെൻട്രലൈസ്ഡ് പ്രോഗ്രാം എന്ന് പറയാം. എന്താണ്? ഒരിടത്ത് വെച്ചിരിക്കുക. സിമ്പിളായ ഒരിടത്ത് വെച്ച സാധനത്തിനെ സെൻട്രലൈസ്ഡ്, ഒരിടത്ത് കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. അതിനെ സെൻട്രലൈസ്ഡ് എന്ന് പറയുന്നത്. ഇതിന്റെ വേറൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇത് ആർക്കും എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും എന്ന് വെച്ചാൽ ഇതിന്റെ പേരാണ് അഡ്മിൻ അല്ലെങ്കിൽ മുതലാളി. ഏതൊരു വെബ്സൈറ്റിനും അതിനൊരു അഡ്മിൻ ഉണ്ടാവും. ഈ അഡ്മിൻ വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഈ സാധനം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റാം. മനസ്സിലായോ? ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് സെൻട്രലൈസ്ഡ് പ്രോഗ്രാം, സെൻട്രലൈസ്ഡ് സിസ്റ്റം എന്നൊക്കെ പറയും. ഓക്കെ, ഒരിടത്ത് വെച്ചിരിക്കുക, നമുക്ക് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും പോയി എടുക്കാം. ഓക്കെ, റെഡി? ഇനി ഇതിനൊരു വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. കുറച്ചു നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിനേക്കാൾ കാര്യങ്ങൾ മനസ്സിലാക്കിയ ആൾക്കാർ വന്നിട്ട് ഇത് വെച്ചിരിക്കുന്ന സ്ഥലത്ത് പോയി ഇതിനെ ഹാക്ക് ചെയ്യാൻ പഠിച്ചു. എന്ത് ചെയ്തു? ഹാക്ക് ചെയ്തു. അയാൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈ സാധനം ഒന്ന് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോയി ആക്സസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് കിട്ടുന്ന ഡാറ്റ എന്തായിരിക്കും? തെറ്റായിരിക്കും, ശരിയല്ലേ? ഇതിനെ ഹാക്കിംഗ് എന്ന് പറഞ്ഞു. എന്ത് പറഞ്ഞു?
ഹാക്കിംഗ് എന്ന് വെച്ചാൽ സെൻട്രലൈസ് ചെയ്ത ഒരു സിസ്റ്റം വെച്ചിരിക്കുന്നു, അതിനെ പോയി ആൾക്കാർ എന്തൊക്കെയോ ചെയ്ത് മാറ്റുന്നു, ഇതിനെ നമ്മൾ വിളിച്ചു ആ പേര് ഹാക്കിംഗ്. ക്ലിയർ ആയോ? ഇനി അപ്പൊ ഇതിന് വലിയ പ്രശ്നമായി വന്നപ്പോഴത്തേക്കാണ് ലോകത്തില് നോക്കി വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്ന ഈ സാധനം ഒന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാല് വലിയ പ്രശ്നം വന്നു. സ്ഥിരം ഹാക്കിങ് അവിടെ യൂസർ ഐ ഡിയും പാസ്വേഡും കണ്ടുപിടിച്ചു. യൂസർ ഐ ഡിയും പാസ്വേഡും കണ്ടുപിടിച്ചു. എന്തിനു വേണ്ടി? ഹാക്കിങ് കുറയ്ക്കാൻ വേണ്ടിയാ കണ്ടുപിടിച്ചത്. എന്നാൽ കുറച്ചു നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് അതുകൊണ്ട് നിന്നില്ല. അവിടെയാണ് ലോകത്തിലൊരു മാറ്റം വേണം എന്ന് മനസ്സിലായി. പുതിയൊരു സംഭവം കണ്ടുപിടിച്ചു. വെബ്സൈറ്റോ ഇന്റർനെറ്റോ അല്ല, ആ സംഭവത്തിന് പറയുന്ന പേരാണ് എന്ത്? ബ്ലോക്ക്ചെയിൻ ടെക്നോളജി. സിമ്പിൾ ആയോ? വെബ്സൈറ്റ് എന്താണെന്ന് മനസ്സിലായില്ലേ? വെബ്സൈറ്റിന്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലായില്ലേ? ഇന്റർനെറ്റിന്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലായില്ലേ? ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമായി ലോകം കണ്ടുപിടിച്ച ഒരു ഉത്തരമാണത് ബ്ലോക്ക്ചെയിൻ ടെക്നോളജി. ക്ലിയർ ആയോ? ഈ ബ്ലോക്ക്ചെയിൻ ടെക്നോളജിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഇത് മറ്റേത് എന്താണെന്നാ പറഞ്ഞ സെൻട്രലൈസ്ഡ് പ്രോഗ്രാം ഒരിടത്ത് വെച്ചിരിക്കുന്നു. മനസ്സിലായോ? അഡ്മിന് ഹാക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ ഹാക്ക് ചെയ്യാം. ക്ലിയർ ആയോ? അപ്പം ഇത് സ്വാഭാവികമായിട്ട് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കണം. അതെന്തായിരിക്കണം? എന്തായിരിക്കണം ഒന്ന് പറഞ്ഞേ. അവിടെ നമ്മൾ ഡീസെൻട്രലൈസ്ഡ് ആയിരിക്കണം. മറ്റേത് ഒരിടത്ത് കേന്ദ്രീകരിച്ചിരിക്കുന്നതാണെന്നുണ്ടെങ്കിൽ മറ്റ് വികേന്ദ്രീകരിച്ചിരിക്കുന്നതായിരിക്കണം. വളരെ സിമ്പിളായി പറഞ്ഞുതരാം. ഓക്കെ, ഒരു ഡാറ്റ ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. ഓക്കെ, ഈ ഡാറ്റ ഞാനൊരു ഹാക്കർ വരുന്നു, ഇത് പോയി ഹാക്ക് ചെയ്യുന്നു. റെഡിയാണോ? പോയി, പ്രശ്നമായല്ലോ. ഇതേ ഡാറ്റ നമ്മൾ 50 പേരുടെ കയ്യിലുണ്ട്. ഓക്കെ, ഒരേ സമയം ഞാൻ എന്ന ഹാക്കറിന് ഈ 50 പേരെ ഹാക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റുമോ? പാടാം. മനസ്സിലായോ? അപ്പൊ എന്ത് സംഭവിക്കും? ഞാൻ എല്ലായിടത്തും ഹാക്ക് ചെയ്യാൻ ട്രൈ ചെയ്യും. ഞാൻ കുറച്ചുകൂടെ മുകളിൽ കയറി എല്ലായിടത്തും ഇത് ഹാക്ക് ചെയ്യാൻ ട്രൈ ചെയ്തപ്പോഴത്തേക്കും സിസ്റ്റം നോക്കും, ഏറ്റവും 60% 70% ഒക്കെ ഈ പറയുന്ന ആൾക്കാർ ഒരേ ഡാറ്റ തന്നെയാണോ എടുക്കുന്നത് നോക്കും. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഹാക്കിംഗ് ഇവിടെ പോസിബിൾ ആവില്ല. കാരണം ഇതേ ഡാറ്റ ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്, ഇദ്ദേഹത്തിന്റെ എല്ലാവരും ഉണ്ട്. ക്ലിയർ ആയോ? ഇതിനെയാണ് സിമ്പിൾ ആയി പറഞ്ഞ ബ്ലോക്ക്ചെയിൻ ടെക്നോളജിയാണ് ഉദ്ദേശിക്കുന്നത്. ഒരിടത്ത് വെച്ചിരിക്കുന്നതിന് പകരം ഈ സാധനം എത്ര ഇടത്താ? പല ലക്ഷക്കണക്കിന് ഇടങ്ങളിൽ സൂപ്പർ കമ്പ്യൂട്ടേഴ്സിൽ സ്റ്റോർ ചെയ്തിരിക്കുക. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ക്ലിയർ? അപ്പൊ ഇതിനെ നമ്മൾ എന്തെന്ന് വിശേഷിച്ചു? ഡീസെൻട്രലൈസ്ഡ് പ്രോഗ്രാം എന്ന് വിശേഷിച്ചു. ക്ലിയർ? ഇനി ഒന്നുകൂടെ താഴോട്ട് വന്നേ. ഇതിന്റെ ഏറ്റവും വലിയൊരു പോസിബിലിറ്റി എന്തായിരുന്നു? ഒരാൾ വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ മാറ്റാൻ സാധിക്കത്തില്ല. അവിടെ ഹാക്കിംഗ് വളരെ രീതിയിൽ കുറഞ്ഞു. ക്ലിയർ ആയോ? ബ്ലോക്ക്ചെയിൻ ടെക്നോളജി വരെ മനസ്സിലായോ? മനസ്സിലായോ? ഇത്രയുള്ള ബ്ലോക്ക്ചെയിൻ ടെക്നോളജി. ഓക്കെ, ബ്ലോക്ക്ചെയിൻ എന്ന് പറഞ്ഞാൽ ഒരു ചെയിനിൽ പല ബ്ലോക്കുകളായി പല ഇടങ്ങളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നതാണ് ഇതിനെ ബ്ലോക്ക്ചെയിൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? പണ്ട് ഈ ബ്ലോക്ക്ചെയിൻ എന്നൊക്കെ പറയുമ്പോൾ ഈ ചെയിൻ പരിപാടി അതാണ് നമുക്ക് ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. സീരിയസ്ലി സ്പീക്കിംഗ് അങ്ങനെയൊക്കെ ചോദിച്ച കാലഘട്ടം ഉണ്ട്. ബ്ലോക്ക്ചെയിൻ ടെക്നോളജി. ക്ലിയർ? ഇന്നത്തെ വെബ്സൈറ്റുകൾ, ഐ മീൻ ബാങ്കിങ് സെക്ടർ ഉപയോഗിക്കുന്ന ഫിനാക്കിൾ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമാണ്. അവര് പോലും ഇന്ന് എതിലേക്ക് മാറിക്കൊണ്ടിരിക്കുക, ബ്ലോക്ക്ചെയിനോട്ട് മാറിക്കൊണ്ടിരിക്കുക. പക്ഷെ ബ്ലോക്ക്ചെയിനിലേക്ക് വന്നപ്പോഴത്തേക്ക് അവിടെ വലിയൊരു പ്രശ്നം വന്നു. എന്താണെന്നറിയാമോ? ബ്ലോക്ക്ചെയിൻ ടെക്നോളജിയില് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരിടത്തുനിന്ന് ഒരിടത്തേക്ക് പണം അയക്കണം. ഓക്കെ, ഒരിടത്തുനിന്ന് ഒരിടത്തേക്ക് ഒരു പണം അയക്കണം. അയക്കുമ്പോഴത്തേക്കും നിങ്ങൾ ഉപയോഗിക്കുന്ന ഇന്റർനെറ്റ് എന്ന് പറയുന്ന സംഗതി ഫെഡറൽ ബാങ്കിന്റെ ഫെഡ് മൊബൈൽ ആപ്ലിക്കേഷൻ നിങ്ങൾ എടുത്തു. ഫെഡ് മൊബൈൽ ആപ്ലിക്കേഷനകത്ത് ഞാൻ കയറി, ഞാൻ എടുത്തിട്ട് ഒരു 100 രൂപ രഘുചേട്ടൻ അയക്കണമെന്ന് തീരുമാനിച്ചു. രഘുചേട്ടൻ അയക്കുമ്പോഴത്തേക്കും അവിടെ സംഭവിക്കുന്നത് ഞാൻ ഇവിടുന്ന് റിക്വസ്റ്റ് ആക്സെപ്റ്റ് കൊടുക്കുന്നു. ശരിയല്ലേ? ഇദ്ദേഹമാണ് ആര്? ഫെഡറൽ ബാങ്ക് നടുവിൽ നിൽക്കുന്ന ആള്. ഇദ്ദേഹത്തിന് ഞാൻ ഈ ഓപ്ഷൻ പറഞ്ഞു കൊടുക്കുന്നു. ഇദ്ദേഹം ഇവിടെ ഇരുന്നുകൊണ്ട് ഈ സാധനം 100 രൂപ ഇവിടെ അങ്ങോട്ടേക്ക് അയക്കുന്നു. ക്ലിയർ ആയോ? അവിടുത്തെ പ്രശ്നം എന്താണെന്നറിയോ? ഞങ്ങളുടെ ഇടയിൽ ഒരാളുണ്ട്. ആരാ? ഇടനിലക്കാരനുണ്ട്. ആണല്ലോ. ഈ ഇടനിലക്കാരന്റെ പേരാണ് ആര്? ബാങ്ക്. ബ്ലോക്ക്ചെയിൻ ടെക്നോളജിയിലല്ല അവർ വർക്ക് ചെയ്യുന്നത്. അവർ വർക്ക് ചെയ്തിരുന്ന സിസ്റ്റത്തിന്റെ പേരാണ് എന്താണെന്നറിയോ? സാധാരണ ഇന്റർനെറ്റ്. സാധാരണ ഇന്റർനെറ്റിനകത്തൂടെ പണം അയക്കണം പറ്റത്തില്ല. സാധാരണ ഇന്റർനെറ്റിലൂടെ അയക്കുന്ന പണം ബ്ലോക്ക്ചെയിൻ ടെക്നോളജിയിലേക്ക് അയക്കാൻ പറ്റത്തില്ല. രണ്ടും ടെക്നോളജി എൻറ്റയർലി ഡിഫറെന്റ് ആണ്. മനസ്സിലായോ? എന്ന് വെച്ചാൽ ബാങ്കായി ഇദ്ദേഹം ഉപയോഗിക്കുന്ന ടെക്നോളജിയും ബ്ലോക്ക്ചെയിൻ ടെക്നോളജിയിൽ ഞാൻ ഉപയോഗിക്കുന്നത് രണ്ടാണ്. രണ്ടാൾക്കാർക്ക് എന്തിന്റെ ആവശ്യമുണ്ട്? പണത്തിന്റെ ആവശ്യം ഉണ്ട്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ സ്വാഭാവികമായിട്ടും ബ്ലോക്ക്ചെയിൻ ടെക്നോളജിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് പണം കൈമാറ്റം ചെയ്യേണ്ട ഒരു അത്യാവശ്യ ഘട്ടം വന്നു. എന്ന് വെച്ചാൽ ഞാൻ ബ്ലോക്ക്ചെയിനിൽ വർക്ക് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ കാശ് വരണം, റെമ്യൂണറേഷൻ വരണം.
ഈ റെമ്യൂണറേഷന് വേണ്ടി ലോകം കണ്ടുപിടിച്ച ഉത്തരമാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്ന ഈ സംഭവം. എന്താണ്? ക്രിപ്റ്റോ കറൻസി. ക്ലിയർ ആയോ? അതായത് ലോകത്തില് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി വഴി പണം അയക്കണമെന്നുണ്ടെങ്കിൽ സാധാരണ പണം അയക്കാൻ പറ്റില്ല. അത് വർക്ക് ചെയ്യുന്ന ഇന്റർനെറ്റ് വഴിയാണ്. അവിടെ ഒരു മാറ്റം വേണ്ടി വന്നു. ആ മാറ്റത്തിന് വേണ്ടി കണ്ടുപിടിച്ച സംഭവത്തിന്റെ പേരാണ് ഇത് ക്രിപ്റ്റോ കറൻസി. ക്ലിയർ ആയോ? ഇത് ക്ലിയർ ആണ്? സിമ്പിൾ ആണ് അല്ലേ? അപ്പൊ ഈ ക്രിപ്റ്റോ കറൻസി കണ്ടുപിടിച്ചപ്പോഴത്തേക്കും അതിനെ നെക്സ്റ്റ് മോഡ് ഓഫ് പേയ്മെന്റ് എന്ന് വിശേഷിപ്പിച്ചു. മനസ്സിലായോ? ഞാൻ പറഞ്ഞ കൊണ്ട് നോക്കി. അപ്പൊ അത് കിട്ടും. അപ്പം ഇവിടെ ഒരു ആദ്യകാലത്ത് പണം അയക്കുന്നത് എങ്ങനെയായിരുന്നു? ബാർട്ടർ സിസ്റ്റം. പണം കൈമാറ്റുന്നതിന് മുൻപ് 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും പഠിച്ചിട്ടുണ്ട്. എന്റെ ചക്കയുണ്ട്, പുള്ളിയുടെ മാങ്ങയുണ്ട്. ഓക്കെ, ചക്ക ഞാൻ അങ്ങോട്ട് കൊടുക്കുന്നു, മാങ്ങ ഞാൻ ഇങ്ങോട്ട് മേടിക്കുന്നു. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. എത്ര ചക്ക കൊടുത്താൽ എത്ര മാങ്ങ ഇങ്ങോട്ട് മേടിക്കണം? മനസ്സിലായോ? എന്ന് വെച്ചാൽ അവിടുത്തെ മൂല്യം കാൽക്കുലേറ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ട് വന്നു. മനസ്സിലായോ? പക്ഷെ അവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ ഇടയിൽ ആരുണ്ടായിരുന്നില്ല? ക്ലിയർ ആണോ? ഇത് കിട്ടിയാൽ അടുത്തോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ഞങ്ങൾ ചക്ക കൊടുത്ത് മാങ്ങ മേടിച്ചപ്പോ ഞങ്ങളുടെ ഇടയിൽ ഈ പുള്ളി ഉണ്ടായിരുന്നു ഇല്ലെന്ന്. മനസ്സിലായോ? അപ്പൊ എന്ത് സംഭവിച്ചു? വീണ്ടും എന്തോ ഒരു മാറ്റം വേണമെന്ന് ലോകത്തിന് മനസ്സിലായി. അങ്ങനെ മനുഷ്യൻ ചിന്തിച്ചു. അവിടുന്ന് അടുത്തത് കണ്ടുപിടിച്ചു സ്വർണ്ണ നാണയം, സിൽവർ കറൻസി. മനസ്സിലായോ? ഓക്കെ, അങ്ങനെയാണ് ലോകം ചക്കമാങ്ങയിൽ നിന്നും എങ്ങോട്ട് വന്നു? കറൻസിയിലോട്ട് വന്നില്ല കേട്ടോ. കറൻസി വരുന്നതിന് മുന്നേ നാണയത്തിലേക്ക്, സ്വർണ്ണ നാണയത്തിലേക്കും വെള്ളി നാണയത്തിലേക്കും വന്നു. സ്വാഭാവികമായിട്ടും എനിക്ക് തിരുവനന്തപുരത്തേക്ക് പോകണം, സ്വർണ്ണ നാണയം കൊണ്ടാണ് പോകുന്നത്. എന്റെ കയ്യിൽ സ്വർണ്ണ നാണയം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഇത് പിടിച്ചുകൊണ്ട് അവിടെ വരെ കൊണ്ടുപോകണം. ഇടയ്ക്ക് കള്ളന്മാര് വരും, ഇത് എടുത്തുകൊണ്ട് പോകും. പ്രശ്നമായി. പക്ഷെ വീണ്ടും ശ്രദ്ധിക്കുക, ഞങ്ങൾ സ്വർണ്ണ നാണയം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുമ്പോഴും അന്നും വലുതായിട്ടൊന്നും ബാങ്ക് എന്ന് പറയുന്നൊരു പ്രശ്നം ഇല്ല. മനസ്സിലായോ? പിന്നെ ഇങ്ങോട്ട് വന്നു, മാറ്റം വേണമെന്ന് മനസ്സിലായി. മെറ്റൽ കോയിനുകൾ വന്നു. അതിനുശേഷം പേപ്പർ കറൻസി വന്നു. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫിയറ്റ് കറൻസി. അതിന് പറയുന്നതാണ് ഫിയറ്റ് കറൻസി. എന്താണ് ഫിയറ്റ് കറൻസി? തൊട്ട് നോക്കാൻ പറ്റുന്ന പണം. ഇത്രയേ ഉള്ളൂ. ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വാസം ആദ്യം ഇതിനകത്തൊക്കെ വരണമെന്നുണ്ടല്ലോ, ആദ്യം ക്രിപ്റ്റോ കറൻസി വിശ്വസിക്കണമെന്ന്. എന്തുകൊണ്ട് ക്രിപ്റ്റോ കറൻസി വിശ്വസിക്കണമെന്ന് മനസ്സിലായാൽ മാത്രമല്ല അടുത്തേക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ശരി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വിശ്വസിക്കാൻ പറ്റുന്ന പണമായി ആര് മാറി? പേപ്പർ കറൻസി മാറി. ഈ പേപ്പർ കറൻസിയുടെ പ്രശ്നം ഇതിനിടയ്ക്ക് ആര് തലപൊക്കി? ഇടനിലക്കാരൻ തലപൊക്കി. മനസ്സിലായോ? കാരണം ഞങ്ങൾക്ക് അടിച്ചു തരുന്നത് തൊട്ട് ഞങ്ങളുടെ കൈമാറ്റത്തിന് സഹായിക്കുന്നത് വരെ ആരാണ്? ഇടനിലക്കാരൻ അല്ലെങ്കിൽ ബാങ്കാണ്. ക്ലിയർ ആയോ? മനസ്സിലായോ? ഇവിടെ വരെ കിട്ടിയോ? സെൻട്രലൈസ് സിസ്റ്റം. ഇവിടെ വലിയൊരു പ്രശ്നം വന്നു. എല്ലാവരും വിശ്വസിച്ചു. സ്വാഭാവികമായിട്ടും പണം എന്നാൽ അൾട്ടിമേറ്റ്ലി കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ? കൈ തൊട്ട് നോക്കാൻ പറ്റുന്ന പണമാണ്. ആണോ അല്ലയോ? അല്ലേ? ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ വർഷം നിലവിൽ നിന്നിരിക്കുന്ന ഈ സംഭവത്തിന് ഉപയോഗിക്കുന്ന കറൻസിയുടെ പേര് നമ്മൾ തൊട്ട് നോക്കുന്ന കറൻസി ആയിരിക്കും. മറ്റേതൊക്കെ 500 വർഷം 600 വർഷം ഉപയോഗിച്ചിട്ടുണ്ടെന്ന് സ്റ്റെബിലിറ്റി കുറഞ്ഞു വരികയാണ്. അപ്പം ഈ ഒരു രൂപ എന്ന് പറയുന്ന സെൻട്രലൈസ് സിസ്റ്റത്തിൽ നിന്നും ലോകം മുഴുവൻ ട്രാൻസാക്ഷൻ നടത്താൻ പറ്റുന്ന ഒരു കറൻസി വേണം. ആ കറൻസിയിലേക്കാണ് നമ്മൾ ഇന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാണ്? ക്രിപ്റ്റോ കറൻസി. ക്ലിയർ ആയോ? ക്രിപ്റ്റോയുടെ പ്രത്യേകത എന്താ? കേട്ടില്ല സാർ? ഓക്കെ, ഗുഡാണ്. കാണാൻ വഴിയില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സാറേ, നമ്മൾ ഇന്ന് UPI വഴി ട്രാൻസാക്ഷൻ അയക്കുമ്പോൾ അത് നമ്മൾ കാണുന്നില്ലല്ലോ. ശരിയല്ലേ? നമ്മളിപ്പോ അയക്കുന്നുണ്ട്. നമ്മളിപ്പോ ആകെ കാണുന്ന ഒരു നമ്പറാണ്, കാണാൻ കഴിയുന്നില്ല. ശരിയല്ലേ? അവിടുന്ന് മാറി സാർ ഗൂഗിൾ പേ വഴി 10,000 രൂപ അങ്ങോട്ട് അയച്ചു. പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. 10,000 രൂപ എന്റെ നിന്ന് പോവുകയും ചെയ്യും, സാറിന്റെ വരത്തില്ല. സാറ് ബാങ്കിനെ വിളിക്കും. ബാങ്ക് എന്നാ പറയും? ആപ്ലിക്കേഷൻ വിളിക്കും. ആപ്ലിക്കേഷൻ എന്നാ പറയും? ബാങ്കിനോട് ചോദിക്കാൻ പറയും. ഈ ഇത്രയും നേരം 2-3 ദിവസം ഈ പണം എവിടെ പോകാം? ഇതൊരു പ്രശ്നമുണ്ട് സെൻട്രലൈസ് സിസ്റ്റത്തിനകത്ത്. പക്ഷെ നമുക്ക് ചോദിക്കാനോ തിരിച്ചറിയാനോ എവിടെയാണെന്നോ അറിയാൻ നമുക്ക് യാതൊരു വഴിയില്ല. പക്ഷേ ഇതിനെല്ലാം ഒരു ഉത്തരവുണ്ട്. ലോകം മുഴുവൻ ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്ലോബൽ കറൻസി. ആ കറൻസിയുടെ പേരാണ് ക്രിപ്റ്റോ കറൻസി. ക്ലിയർ ആയോ? അങ്ങനെ ലോകത്തിൽ ആദ്യമായി ഒരു കറൻസി കണ്ടുപിടിച്ചു. ആ കറൻസിയുടെ പേരാണ് BTC. എന്താണ്? ബിറ്റ്കോയിൻ. കേട്ടോ? ഇപ്പൊ മനസ്സിലായില്ലേ? അതായത് ബ്ലോക്ക് ചെയിനിലൂടെ പണം അയക്കാൻ വേണ്ടി കണ്ടുപിടിച്ച ഒരു സംഗതിയാണ് ക്രിപ്റ്റോ. ബ്ലോക്ക് ചെയിനിലെ പണം.
ഓക്കെ, അങ്ങനെ BTC പതിയെ വന്നു, ആൾക്കാരൊന്നും വിശ്വസിച്ചില്ല. 2014 ആയപ്പോഴത്തേക്കും വിക്കിപീഡിയ ബിറ്റ്കോയിനെ ഒരു സ്കാമായി വിശദീകരിച്ചു. എന്താണ്? ഭയങ്കര മോശമുള്ള സംഭവമാണ്, ആൾക്കാരൊന്നും ഇതിലേക്ക് പോരുത്. വിക്കിപീഡിയയിൽ BTC അല്ലെങ്കിൽ ക്രിപ്റ്റോ അടിച്ചു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രിപ്റ്റോയ്ക്ക് കൊടുത്തോണ്ടിരുന്ന ഉത്തരം ഇതൊരു സ്കാം ആണ്, ഇതൊരു വലിയ പ്രശ്നക്കാരനായിരുന്നു. ഇന്ന് വർഷം 2025 വിക്കിപീഡിയ BTCയിൽ പേയ്മെന്റ് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? വിക്കിപീഡിയ അവരുടെ പേയ്മെന്റ് ആക്സെപ്റ്റ് ചെയ്യുന്നത് ത്രൂ വിസ്പോർട്ട് BTC. 2014 വിക്കിപീഡിയ വായിച്ചവർ എന്ത് തീരുമാനിക്കും? ഓ, ഇതൊക്കെ ചുമ്മാ ഉടായ്പാണെന്ന് വിചാരിക്കും. 10 വർഷം കൊണ്ട് ആര് മാറി? വിക്കിപീഡിയ മാറി. ക്ലിയറായോ? കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ മാറിയേ ഒക്കത്തുള്ളൂ. വിക്കിപീഡിയ വരെ മാറി. അവർ കാശ് മേടിക്കുന്നത് ത്രൂ ക്രിപ്റ്റോയാണ്. ഇതുപോലാണ് നമ്മുടെ മാറ്റം ഉണ്ടാവേണ്ടത്. ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ വിശ്വസിക്കാൻ പറ്റുന്ന നിങ്ങൾ ക്രിപ്റ്റോയിൽ വിശ്വസിച്ച ഒരു പ്രശ്നം ഉണ്ടെന്നറിയോ? നിങ്ങളുടെ ബാങ്കിൽ എത്ര രൂപ 2 ലക്ഷം രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഓക്കെ, 2 ലക്ഷം രൂപ ഇടുമ്പോൾ 4 ലക്ഷം രൂപ നിങ്ങളുടെ ക്രിപ്റ്റോ ആയിട്ടുണ്ടാവും. ക്ലിയർ ആയില്ല? ക്രിപ്റ്റോയെ കുറിച്ച് മാക്സിമം മനസ്സിലാക്കി കഴിഞ്ഞ ഒരു പ്രശ്നമുണ്ട്. ബാങ്കിൽ ഇടുന്ന പണം കുറയ്ക്കും. കാരണം സെൻട്രലൈസ്ഡ് ഫിയറ്റ് കറൻസീസിലുള്ള വിശ്വാസം പോകും. ഒരു പ്രശ്നം, ഇത് ആർക്കറിയാം നന്നായിട്ട്? ഇത് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന സ്വാഭാവികമായിട്ടും ബാങ്കുകാരനല്ലേ, അല്ലെ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ആയിരിക്കില്ല കുറച്ചുകൂടെ നന്നായിട്ട് അറിയാവുന്നത്, ഇല്ലേ? അപ്പൊ അവർ ഒരിക്കലും ക്രിപ്റ്റോയെ സപ്പോർട്ട് ചെയ്യുമോ? എന്നിട്ട് പോലും നമ്മുടെ രാജ്യത്ത് ക്രിപ്റ്റോ ലീഗില്ല. അപ്പൊ എന്തുമാത്രം പ്രശ്നമുണ്ടെന്ന് ആലോചിച്ച് നോക്കണം. ക്ലിയർ അല്ലേ? ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട റീസൺ, നിങ്ങളുടെ 50 ലക്ഷം രൂപ നിങ്ങളുടെ ബാങ്കിൽ കിടക്കാന്ന് വെക്കുക. എത്രയോ ബാങ്കുകൾ കൂട്ടിപ്പോകുന്നു, ഇല്ലേ? ഉണ്ടോ? ഉണ്ട്. എത്രയോ SBIക്ക് പോലും പ്രശ്നം പറ്റാതിരിക്കാൻ എമർജിങ് കിടക്കുന്ന പറയുന്നത്, ഇൻസൈഡ് ന്യൂസ്. അപ്പം ഇതൊന്നുമല്ല, ആ ബാങ്ക് കൂട്ടിപ്പോയി, നിങ്ങളുടെ 50 ലക്ഷം രൂപ അവിടെ ഉണ്ട്. നിങ്ങൾക്ക് എത്ര രൂപ ഇൻഷുറൻസ് ഉണ്ട്? എത്ര രൂപ തിരിച്ചു കിട്ടും? 5 ലക്ഷം ആയിരുന്നു, ഇപ്പൊ 1 ലക്ഷം. ഇപ്പം നിങ്ങളുടെ പല പാസ്ബുക്കിന്റെ ഫ്രണ്ട് പേജില് സീൽ ചെയ്ത് തരുന്നുണ്ട്. ശ്രദ്ധിച്ച വീട്ടിൽ പോയിട്ട് മാക്സിമം തരുന്നുണ്ട്. അതായത് മാക്സിമം ഇൻഷുറൻസ് 1 കോടി രൂപ നിങ്ങൾ കഷ്ടപ്പെട്ട് നിങ്ങളുടെ ബാങ്ക് കൊണ്ടിട്ടിരിക്കുക. നിങ്ങൾക്ക് ഗ്യാരണ്ടി എത്ര രൂപ തരും? 1 ലക്ഷം രൂപ. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് സത്യസന്ധമായ അവസ്ഥ. ഇന്ന് 1 ലക്ഷം രൂപ 10 വർഷം മുമ്പ് വെച്ച കാശിന് വില ഇല്ല. പക്ഷെ 1 ലക്ഷം രൂപയ്ക്ക് അന്ന് BTC മേടിച്ചിരുന്നത് നിങ്ങൾക്ക് ആരാന്നറിയോ? ഇന്ത്യ മഹാരാജ്യം വിലക്ക് വാങ്ങിക്കാൻ പറ്റുന്ന കോടീശ്വരനാണ്. ക്ലിയറായോ? പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എപ്പം ഏത് വാങ്ങിച്ചു വെക്കണം എന്നുള്ളത് അറിയാം, അതിന് പഠിക്കണം. മനസ്സിലായോ? അപ്പൊ ക്രിപ്റ്റോ എന്ന് പറയുന്നത് അത്ര മോശം സംഗതിയൊന്നും അല്ല. ക്രിപ്റ്റോ മര്യാദയ്ക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ 4-5 വർഷം കഴിയുമ്പോൾ വേണമെങ്കിൽ ഈ പറയുന്ന പോലെ കാശുണ്ടാക്കാൻ പറ്റുന്ന ഒരാളായി, കാശുള്ള ഒരാളായി നിങ്ങൾക്ക് വേണമെങ്കിൽ മാറാം. ഇപ്പൊ ഏറ്റവും ബെസ്റ്റ് ടൈമാണ്. എന്താണെന്നറിയോ? മാർക്കറ്റ് ഇടിഞ്ഞിരിക്കുന്ന സമയമാണ്. എന്റെ ഒരു പോസ്റ്റ് ഉണ്ട്, നിങ്ങൾ 1.5 വർഷം മുമ്പ് നോക്കിയാൽ മതി. BTC $1 ലക്ഷം മാറുമെന്നുള്ളത്. അന്ന് BTCയുടെ വില എത്രയാണെന്നറിയോ? 15 ലക്ഷം രൂപയാണ്. എത്ര? 1.5 വർഷം കൊണ്ടാ 15 ലക്ഷം രൂപ കിടന്ന BTCയുടെ പ്രൈസ് 1 കോടി രൂപയാവുന്നു. എത്ര? അന്ന് നിങ്ങളുടെ 15 ലക്ഷം രൂപ എടുക്കാൻ വേണമെങ്കിൽ കടം മേടിച്ചു വെക്കാൻ പറ്റില്ലായിരുന്നു. 15 ലക്ഷം രൂപയ്ക്ക് 2 വർഷം മുമ്പ് അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന ആളൊക്കെ തന്നെ നിങ്ങളൊക്കെ. ഒന്ന് ആഞ്ഞു പിടിച്ചാൽ ഇതിനേക്കാൾ വലിയ ഹൗസിംഗ് ലോൺ ഉള്ള ആളായിരിക്കും ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. 15 അല്ല 60 ലക്ഷം രൂപയുടെ ഹൗസിംഗ് ലോൺ ഉള്ള ആളായിരിക്കും ചിലപ്പോൾ ഇവിടെ ഇരിപ്പുണ്ടാവും. ഇല്ല, അപ്പൊ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചു വെച്ചിരുന്നെങ്കിൽ വെറും 15 ലക്ഷം രൂപയ്ക്ക് 1.5 വർഷത്തിന് ശേഷം കിട്ടുന്ന റിട്ടേൺ എത്ര രൂപയായാലേ? 1 കോടി. ലൈവായി നടന്ന കാര്യം, നടക്കാൻ പോകുന്ന കാര്യമല്ല, നടന്ന കാര്യത്തിനെ കുറിച്ചായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിനെ കുറിച്ച് പഠിക്കുന്നത് തെറ്റുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഈ ക്രിപ്റ്റോ എന്ന് പറയുന്നത് ഇന്ന് ഒന്നല്ല, ഇഷ്ടം പോലെ അവിടെ അതിനകത്ത് പ്രശ്നം. അപ്പൊ ഏത് എപ്പോ വാങ്ങിച്ചു വെക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മനസ്സിലായോ? ഇപ്പം വില കുറഞ്ഞിരിക്കുന്ന സമയമാണ്. അടുത്ത പ്രൊഡിക്ഷൻ ഞാനിപ്പോ പറയാം. ഒരു 5 കറൻസി. ഓക്കെ, ഈ 5 കറൻസിയുടെ വില വരുന്ന 1.5 വർഷത്തിനകത്ത് 25 ഡബിളായി മാറും. അതോർത്ത എത്ര? നമ്മുടെ പ്രോഗ്രാം പോലെ എത്ര? ചിലതൊക്കെ 4 ഇരട്ടി വരെ പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഈ 4 ഇരട്ടി വരെ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ആദ്യം എന്ത് വേണം? ഇതൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന USDT
വേണം. USDT ഇഷ്ടംപോലെ സമ്പാദിക്കാൻ പറ്റുന്ന ഒരു സംഭവം നമ്മുടെ ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. അതിന്റെ പേരാണ് കറക്റ്റായോ? അപ്പൊ ഇത് എപ്പം എങ്ങനെ എവിടുന്ന് വാങ്ങിക്കണം? റെഡിയാണോ? പോവാം. ഇപ്പൊ സന്തോഷമായോ? വേണം രക്ഷപ്പെടാൻ പറ്റും. വേണമെങ്കിൽ രക്ഷപ്പെടാൻ ഇനിയും ടൈം ഉണ്ട്. നമുക്ക് അത് നോക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഏകദേശം 4000-ഓളം ക്രിപ്റ്റോ കറൻസീസ് അല്ല, ഏകദേശം 10,000-ഓളം ക്രിപ്റ്റോ കറൻസീസ് ഉണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. ഇതിന് എല്ലാത്തിനും നമുക്ക് എവിടെ പോയാൽ കാണാം? കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ പോകണമെന്നുണ്ടെങ്കിൽ കാണാം. കോയിൻ മാർക്കറ്റ് ക്യാപ്പ് മനസ്സിലായോ? ഇതിൽ പോവാണെന്നുണ്ടെങ്കിൽ ഒരു ക്രിപ്റ്റോ കറൻസി എത്രയുണ്ട് അതിന് പറയുന്നത് സപ്ലൈ. ഒത്തിരി പോകാൻ സമയമില്ല, അതുകൊണ്ട് വളരെ സിമ്പിളാ നമ്മൾ ഇന്ന്. ഓക്കെ, ഇന്ന് എങ്ങനെയാണ് നമ്മൾ വളരെ സിമ്പിളാ, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ സിമ്പിളായി നമ്മൾ പവർഫുൾ ആയി മാറും. റെഡി? ഇതുവരെ കിട്ടിയോ? ക്ലിയർ അല്ലേ? എവിടെ മിസ്റ്റേക്കും എവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ. അന്നൊരു ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു നമ്മളോട് ക്രിപ്റ്റോയെ കുറിച്ചൊന്നും ആ ചേച്ചി വന്നില്ലല്ലേ? വെരി ഗുഡ്. ഇതാണ് ഇന്ന് വന്നിരുന്ന ചേച്ചിക്ക് മനസ്സിലാവില്ലേ? ചാൻസ് എടുക്കണം, പഠിക്കാനുള്ള സമയം കൊടുക്കണം. ചേച്ചിയുടെ പറഞ്ഞേക്ക് അന്വേഷിച്ചത്. ഓക്കെ, അപ്പൊ ഫീച്ചേഴ്സ് ഓഫ് ക്രിപ്റ്റോ കറൻസി. ക്രിപ്റ്റോ കറൻസിയുടെ ഫീച്ചറുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരിക്കലും ഇതിനൊരു സെൻട്രൽ അതോറിറ്റി ഇല്ല. ആരില്ല? സെൻട്രൽ അതോറിറ്റി ഇല്ല. ഇതിന്റെ വില കൂടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ കേട്ടോ. ഓക്കെ, എല്ലാ ക്രിപ്റ്റോ കറൻസിക്കും ഒരു നമ്പർ ഉണ്ട്. ഓക്കെ, എത്ര പറ്റത്തുള്ളൂ? ഇത്ര. BTCയുടെ നമ്പർ 2,10,00,000. എത്ര? 2,10,00,000. അപ്പൊ ഈ BTCയുടെ വില എങ്ങനെയാണ് കൂടുന്നത്? കേട്ടോണേ, ഏതൊരു ക്രിപ്റ്റോയുടെ ക്ലിയർ സിമ്പിൾ ആണ്. സ്വർണത്തിന്റെ വില എന്താ കൂടുന്നത്? ആവശ്യക്കാർ കൂടുന്നുണ്ട്. ഒപ്പം വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ്, യെസ്, സാധനം ഇപ്പൊ തീർന്നു പോകും. മനസ്സിലായോ? എന്ന് വെച്ചാൽ ഡിമാൻഡ് കൂടുതലും സപ്ലൈ കുറവാണ്. ഡിമാൻഡ് കൂടുതലും സപ്ലൈ കുറവാണ്. 2,10,00,000 ഉള്ള BTC 10 വർഷം മുമ്പ് 10,00,000 പേർക്ക് അറിയത്തുള്ളായിരുന്നു. ഇതാകെ ട്രാൻസാക്ഷൻ ചെയ്യുന്ന എത്ര പേരാ? 10,00,000. 10 വർഷം ശേഷം ഇന്ന് 120 കോടി ജനങ്ങൾ ട്രാൻസാക്ഷൻ നടത്തുന്നത് വെക്കുക. ഈ 120 കോടി ജനങ്ങൾക്ക് എത്ര BTC ഉള്ളൂ? ക്ലിയർ ആയോ? BTCയുടെ എണ്ണം കൂടുന്നില്ല, ആവശ്യക്കാർ കൂടുന്നു. എന്ന് വെച്ചാൽ സപ്ലൈ കൂടി ഡിമാൻഡ് അങ്ങനെയാണോ? ഡിമാൻഡ് കൂടി സപ്ലൈ കുറവാണ്. ഈ 2,10,00,000 ഇന്ന് മാർക്കറ്റിൽ ഇല്ല. ഈ 2,10,00,000 മൊത്തം മൈൻ ചെയ്ത് വെളിയിൽ വരണമെന്നുണ്ടെങ്കിൽ അതെന്താ ചെറുതായിട്ട് പറഞ്ഞോ, അല്ലെന്നുണ്ടെങ്കിൽ ആ പ്രശ്നം എന്നറിയോ? നിങ്ങളുടെ അടുത്ത് വേറെ കമ്പനിക്കാർ വരും, എന്നിട്ട് പറയും ഫോൺ വഴി മൈൻ ചെയ്താൽ ഭയങ്കര കാശ് കിട്ടും. എന്ത്? അപ്പൊ മൈനിങ് എന്താന്ന് വിളിക്കണം. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടുപോകാം. എന്താണെന്നുള്ള ജസ്റ്റ് ഒന്ന് കണ്ടുപോയാലേ പറ്റത്തുള്ളൂ. അപ്പം അപ്പൊ ഞാൻ എന്താ പറഞ്ഞ, ഡിമാൻഡ് കൂടി സപ്ലൈ കുറഞ്ഞു. അപ്പൊ ലോകത്തിലെ എല്ലാ ക്രിപ്റ്റോയും പ്രോഗ്രാം ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ ടോട്ടൽ നമ്പർ എന്ന് പറയുന്ന സാധനം വെച്ചിട്ടുണ്ടാവും. ഇതിന് പറയുന്നതാണ് ടോട്ടൽ സപ്ലൈ. ക്ലിയർ? ടോട്ടൽ സപ്ലൈ ഇതാണെന്നുള്ളതാണ് അതിന് ബന്ധിക്കുന്നത്. അപ്പൊ ഈ ടോട്ടൽ സപ്ലൈയുടെ കാര്യങ്ങളെല്ലാം ഇവിടെ കാണാം. അപ്പൊ ഒരിക്കലും കൂടെ ശ്രദ്ധിച്ചു പോകാം. ഒന്ന്, ഒരിക്കലും ഇതിനൊരു സെൻട്രൽ അതോറിറ്റി ഇല്ല, ഇതിനൊരു ഫിസിക്കൽ ഫോം ഇല്ല. ഒരു 3-4 വർഷം മുമ്പ് ഇതുപോലെ പരിപാടി നടക്കുമ്പോൾ എന്റെ ഒരു ഫ്രണ്ട് എന്നോട് അവിടെ വന്നിരുന്ന ഒരു കക്ഷിയാണ്, സാറ് ഞാൻ ഒരു 5 വർഷം മുമ്പ് ഒരു BTC വാങ്ങിച്ചു വെച്ചതാ, ദുബായിലായിരുന്നു, അന്ന് ഞാൻ ഫ്ലാറ്റ് വെച്ചത് മറന്നുപോയി, എടുക്കാൻ മറന്നു. സത്യമായിട്ട് ഞാൻ ഇത് വിചാരിക്കും, ബ്രദർ അന്ന് ഞാനത് മേടിച്ചു വെച്ചതാ സാർ, ആരെങ്കിലും ബിറ്റ്കോയിൻ അത് പറഞ്ഞ് വല്ലതും കൊടുത്തിട്ടുണ്ടാവും, പുള്ളി ദുബായിൽ അലമാരി വെച്ചിട്ട് എടുക്കാൻ മറന്നുപോയത് എന്ന് പറഞ്ഞ ആളെന്നു. ഞാൻ പറഞ്ഞു ആണല്ലേ, ആണോ ഇതാ ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുള്ളത് ഇന്നും. മനസ്സിലായി? ഇന്നും 15 വർഷത്തിന് ശേഷം ഇന്ന് ലോകക്രമത്തിനെ മൊത്തം കൺട്രോൾ ചെയ്യുന്ന അമേരിക്ക അല്ലെ? അമേരിക്കനെ കൺട്രോൾ ചെയ്യുന്ന ക്രിപ്റ്റോയാണ്. ഈ ട്രംപ് ഈ കിടന്നുകൊണ്ട് പരിപാടിയെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന മൊത്തം ഇവിടെ എന്തിനാ? പുള്ളിക്ക് കാശുണ്ടാക്കണം, എലൺ മസ്കിനും. ഈ ലോകം മുഴുവൻ ഇന്ന് കൺട്രോൾ ചെയ്യുന്ന ഇവര് 2-3 പേരാണ്. എന്നിട്ട് അതിലിട്ടിരിക്കുന്ന പേരാണ് ഡോജ്. ഡോജ് എന്ന് പറഞ്ഞ കറൻസി അല്ലേ? ഇത് അതല്ല, ഇത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി. യുഎസിന്റെ മൊത്തം കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്ന ഡോജാണ്. ഡോജിന്റെ ചെയർമാൻ എലോൺ മസ്ക്. മനസ്സിലായോ? അപ്പൊ ഇന്ന് ലോകം മുഴുവൻ മാറി. എന്നാലും നമ്മുടെ നാട്ടിൽ ചെല്ലുമ്പോൾ 5 വർഷം മുമ്പ് അലമാരി മറന്നു വെച്ചു പോയ
BTC ഉണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി, ഇതിന്റെ ഫിസിക്കൽ ഫോം ഇല്ല, ഒരു നമ്പർ ആണ്, ഇതൊരു അൽഗോരിതം ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഇതിന് ഒരു ഇലക്ട്രോണിക് വാലറ്റ്, നമ്മൾ പോക്കറ്റിൽ എത്തുന്ന പേഴ്സ് അല്ലെ, ഇതിന് വാലറ്റ് എന്ന് പറയും. നമ്മൾ മറ്റേത് വയ്ക്കുന്ന ഇലക്ട്രോണിക് വാലറ്റ്. ഇലക്ട്രോണിക് വാലറ്റിൽ ഒന്നാണ് ടോക്കൺ പോക്കറ്റ്. അറിയാലോ, മനസ്സിലായിപ്പോ? ഇപ്പൊ ക്ലിയർ ആയോ? ട്രസ്റ്റ് വാലറ്റ് ഇതൊക്കെ പറഞ്ഞിട്ടില്ല നിങ്ങളുടെ അടുത്ത്, ഇത് വരുമ്പോൾ ഡൗൺലോഡ് ചെയ്യണമെന്നൊക്കെ. അപ്പൊ എന്താണെന്ന് മനസ്സിലായോ? ക്രിപ്റ്റോ വെക്കാൻ പറ്റുന്ന വാലറ്റ് ആണ് ഇതൊക്കെ. ഇതൊക്കെ ഡീസെൻട്രലൈസ്ഡ് ആണ്. ക്ലിയർ? ഓക്കെ, ഇനി അടുത്തതായിട്ട് പോകാം. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഏറ്റവും അവസാനത്തെ പോയിന്റ് ആണ്, ക്യാൻ വെരിഫൈ ഈച്ച് ആൻഡ് എവറി ട്രാൻസാക്ഷൻസ്. ഞാൻ ഗൂഗിൾ പേയിൽ അയച്ചു, അദ്ദേഹത്തോട് ചോദിച്ചു, അദ്ദേഹം പറഞ്ഞു എന്നോട് ചോദിക്കാൻ, അദ്ദേഹത്തോട് വീണ്ടും ചോദിച്ചു, അദ്ദേഹം പറഞ്ഞു ഇദ്ദേഹത്തോട് ചോദിക്കാൻ. മനസ്സിലായോ? പക്ഷെ ഇവിടെ അങ്ങനല്ല. ഒരാൾക്ക് ഇതിന്റെ എല്ലാ ട്രാൻസാക്ഷനും ഇപ്പൊ എവിടെ നടന്നു, എന്താണ് അവസ്ഥ എന്നുള്ളത് നമുക്ക് തന്നെ വെരിഫൈ ചെയ്യാം. ഓക്കെ, ഇതിനെ നമ്മൾ പബ്ലിക് ലെഡ്ജർ എന്ന് വിശേഷിപ്പിച്ചു. പബ്ലിക് ലെഡ്ജർ ഒത്തിരി പോകുന്നില്ല. പബ്ലിക് ലെഡ്ജർ എന്നൊക്കെ എവിടെയും കേട്ട, അപ്പൊ ആരെങ്കിലും ഒക്കെ അടുത്ത് വരുമ്പോഴത്തേക്ക് വലിയ ആളാന്ന് തോന്നാൻ വേണ്ടി അവരുടെ അടുത്ത് പറഞ്ഞാൽ മതി, ബ്ലോക്ക് ചെയിൻ എന്ന് വെച്ചാൽ പബ്ലിക് ലെഡ്ജർ പറഞ്ഞാൽ മതി. പഠിക്കണമെന്നില്ല, തൽക്കാലം മതി, ഒന്ന് പിടിച്ചിരുന്നാ പോലെ ഇല്ലേ? അപ്പൊ പബ്ലിക് ലെഡ്ജർ എന്ന് വെച്ചാൽ പബ്ലിക് ആണ് ഇത് മുഴുവൻ. സ്വാഭാവികമായിട്ടും ഞാനും അദ്ദേഹം തമ്മിലുള്ള BTC ട്രാൻസാക്ഷൻ നടക്കുന്നതിനനുസരിച്ച് ഇതിന്റെ വില കൂടി. കൂടുതൽ ആൾക്കാർ കടന്നു വന്നപ്പോൾ ഇതിന്റെ വില വീണ്ടും വീണ്ടും കൂടി. ഇത്ര ഉള്ളതേ, ഡിമാൻഡ് കൂടുതൽ, സപ്ലൈ കുറവ്. അപ്പം ഇനി അടുത്തതിലേക്ക് നമ്മളൊന്ന് പോവാണ്. നമ്മൾ ഫാസ്റ്റായി പോവുക. ഇതിപ്പോ പറഞ്ഞതൊക്കെ ആരാ? റോബർട്ട് ടി കിയോസാക്കി, ലോകത്തിലെ ഏറ്റവും വലിയൊരു പുസ്തകം റിച്ചാർഡ് കോർണർ എഴുതിയ മനുഷ്യൻ. ഓക്കെ, അയാൾ പറയുന്നത് എന്താണ്? ക്രിപ്റ്റോ ഈസ് റീപ്ലേസിംഗ് US ഡോളർ. US ഡോളർ കഴിഞ്ഞു, ഇനിയിപ്പം ഇതെല്ലാം കാലഘട്ടം ഇതാണ്. അടുത്തത് പറഞ്ഞാരാ? ബിൽ ഗേറ്റ്സ്. ഓക്കെ, ഇതൊക്കെ പറഞ്ഞാല് നമ്മുടെ വീടിന്റെ അടുത്തിരിക്കുന്ന ശങ്കരൻ ചേട്ടൻ മുന്നേ കുറെ നാളായില്ലേ ഇവിടെ കൊണ്ടൊക്കെ നടക്കാൻ വേണ്ടി, ഇനിയെങ്കിലും മര്യാദയ്ക്ക് ജീവിച്ച് പണിയെടുത്ത് ജീവിച്ചോടെ ചോദിക്കും. അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഐ ആം സോറി അറിയാം. ഓക്കെ, അടുത്തത് എല്ലാവരും ഇങ്ങനെയുള്ള ആൾക്കാർ ഇതിലേക്ക് വന്നു കഴിഞ്ഞു. നമ്മുടെ സ്വന്തം എലോൺ മസ്ക് പറഞ്ഞതാണ് പേപ്പർ മണി ഈസ് ഗോയിങ്. പേപ്പർ മണി ഇപ്പൊ ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഒരു 2 or 3 മാക്സിമം 5 വർഷത്തിനുള്ളിൽ ഇന്ന് 2000 നോട്ടുണ്ടോ? ഇല്ല. പോയത് അറിഞ്ഞിട്ട് പോലും ഇല്ല. ഇതുപോലെ അങ്ങ് മാറത്തേ ഉള്ളൂ, ഇല്ലാണ്ടായി മാറും. അന്ന് നമ്മള് ഇവിടെ ഇരുന്നുകൊണ്ട് ഇത് ഏറ്റവും കൂടുതൽ ക്രിപ്റ്റോയ്ക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കി എന്താണെന്നറിയോ? നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മുടെ പണം മുഴുവൻ സ്റ്റോർ ചെയ്തിരിക്കുന്നത് നമ്മളുടെ ബാങ്കുകളില്ല, ശരിയല്ലേ? ഒരു അരക്ഷിതാവസ്ഥ വന്നു, യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം അറിഞ്ഞായിരുന്നു, അറിഞ്ഞില്ലേ? ഈ ബാങ്ക് ഒക്കെ സാധാരണ യുദ്ധമുള്ള സമയത്ത് പ്രവർത്തിക്കുമോ? പിന്നെ അവർക്ക് പനി വരുവാണെങ്കിൽ ലീവ് എടുത്ത് പോകുന്ന വീട്ടിലുള്ള ആൾക്കാരെ ടീമാണ്, ശരിയല്ലേ? ബാങ്കുകാർ അതിന്റെ ഉണ്ടോ ഇവിടെ? ഉണ്ടോ? സാരില്ല. അപ്പോഴാണ് യുദ്ധം വരുമ്പോ 2 ദിവസം അവധിയുണ്ട്, ATM വർക്ക് ചെയ്യുമോ? ഇപ്പോഴും ഇല്ല, ഔട്ട് ഓഫ് ഓർഡർ ആവും. യുദ്ധം വരുമ്പോഴത്തേക്ക് ഒരാഴ്ച 2 ആഴ്ചയൊക്കെ എന്താവും? കറണ്ട് ഇല്ല, ഇലക്ട്രിസിറ്റി വർക്ക് ചെയ്യുമോ? ഇല്ല. ATM വർക്ക് ചെയ്യുമോ? ബാങ്ക് ഉണ്ടാവുമോ? പിന്നെ നിങ്ങളുടെ കാശ് തന്നെ പറ, വലിയ ബുദ്ധിമുട്ടാവും. ഇങ്ങനെയുള്ള വാർ ക്രൈസിസ് വരുന്ന സമയത്ത് യുക്രൈനും റഷ്യയും ഇതിനെ ലീഗലൈസ് ചെയ്തു. അന്ന് യുക്രൈനിൽ പെട്ടുപോയ മീഡിയ പ്രവർത്തകരൊക്കെ, മാധ്യമ പ്രവർത്തകരൊക്കെ അന്ന് തിരിച്ചു വരാൻ വേണ്ടി ഉപയോഗിച്ച മുഴുവൻ ക്രിപ്റ്റോ ആയിരുന്നു. മനസ്സിലായി? ക്രിപ്റ്റോയ്ക്ക് ഇന്ന് ഇന്റർനെറ്റും വേണ്ട. മനസ്സിലായോ? അതിന്റെ ഒരു വ്യാപ്തി മനസ്സിലാവണം. ഇപ്പൊ മൊത്തം ലോകം ഇടിഞ്ഞു പോയി. നിങ്ങൾ കയ്യിൽ 12 വേർഡ്സ് മാത്രം കാണാൻ ഓർത്തിരിപ്പുണ്ട്. നിങ്ങൾ ദുബായിലോ അമേരിക്കയിലോ എവിടെയോ പോയി, എവിടുന്നോ ഒരു ഫോൺ കണ്ടുപിടിച്ചു, 12 വേർഡ്സ് അതിനകത്ത് കിട്ടും. അവിടുത്തെ പണമായി ഇത് മാറുമല്ലോ. അത് ലൈവാണ്, നടന്ന കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് നടക്കാൻ പോകുന്ന കാര്യങ്ങളല്ല, നടന്ന കാര്യങ്ങളാണ്. അങ്ങനെയാണ് ഇതിന്റെ വാല്യൂ കൂടി ലോകം ഇതിനെ ശ്രദ്ധിക്കാൻ വേണ്ടി തുടങ്ങിയത്. ഇനി ഇതാണ് ഏറ്റവും വളരെ സിമ്പിൾ ആയിട്ടുള്ള വരുവാണ്. ക്രിപ്റ്റോ കറൻസി കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചില ആൾക്കാർ ഇതിന്റെ അടുത്തേക്ക് വരും. ഒരു കമ്പനിയാണ്, നിങ്ങൾക്ക് മൈൻ ചെയ്യാം. നിങ്ങൾ ഫോണിൽ ഇങ്ങനെ വെറുതെ മൈൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടംപോലെ പണം കിട്ടും. മൈനിങ് എന്ന് പറയുന്ന പ്രോസസ്സ് ക്രിപ്റ്റോ കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം തന്നെയാണ്. പക്ഷെ മൈനിങ് റിഗുകളുണ്ട്. ഇതാണ് മൈനിങ് റിഗ്. വളരെ കോംപ്ലക്സ് ആയ ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്ന ഇതിനകത്ത് പ്രോസസിംഗ് യൂണിറ്റ് ഉണ്ട്, ഇല്ലേ? കേട്ടിട്ടുണ്ടാവില്ല, പഴയ CPU എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇതിനകത്ത് റാൻഡം ആക്ഷൻ, അതായത് റാം ഒക്കെ ഉണ്ട്, റാം, ഗ്രാഫിക്സ് കാർഡ്, ഇങ്ങനെയുള്ള ഒരു കോംപ്ലക്സ് പ്രൊസീജിയർ ഉള്ള കുറെ മൈനിങ് റിഗുകൾ ശരിക്കും പറഞ്ഞാൽ ക്രിപ്റ്റോ കളക്ട് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ചാൽ ഇതൊരു കോംപ്ലക്സ് ആയിട്ടുള്ള അൽഗോരിതമാണ്. അതിനൊരു മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ആണ്. ഈ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ സൊല്യൂഷൻ കണ്ടുപിടിക്കുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്ത് റെമ്യൂണറേഷൻ ആയിട്ട് ഈ കറൻസി കിട്ടും. മനസ്സിലായോ? അതായത് നിങ്ങളൊരു ജോലി അതിനെ ഏൽപ്പിച്ചു, അത് സൊല്യൂഷൻ കണ്ടുപിടിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്ത് കിട്ടും? ഫ്രീ ആയിട്ട് ഈ കറൻസി കിട്ടിക്കൊണ്ടിരിക്കുന്നു. ആ ഫ്രീ ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് ഇത്രയും വലിയ മൈനിങ് റിഗുകളൊക്കെ വേണം.
എൽ സാൽവഡോർ പോലുള്ള കൺട്രികളാണ് ഇത് ചെയ്യുന്നത്. ഇന്ത്യയിൽ അത് ടെക്നിക്കലി പോസിബിൾ അല്ല. റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കറണ്ടിന്റെ കാശ് ഭയങ്കര ഇലക്ട്രിസിറ്റി ചീപ്പായ രാജ്യങ്ങളിലാണ് ഇത് ഏറ്റവും കൂടുതൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. മനസ്സിലായോ? അപ്പൊ ഇവിടെ അത് ചെയ്യുന്നവരുണ്ടായിരുന്നു ഒരു 4-5 വർഷം മുമ്പേ വരെ. ഇപ്പൊ ഉള്ളവരും പരമാവധി അങ്ങ് നിർത്തി. അതിന് പല കാരണങ്ങളുണ്ട്. അപ്പൊ അതിനെ പറയുന്ന പ്രോസസ്സാണ് മൈനിങ്. ഓക്കെ, ജസ്റ്റ് പറഞ്ഞു പോയതാ. രണ്ടാമത് ക്രിപ്റ്റോ കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് ഓൺലൈൻ എക്സ്ചേഞ്ചുകൾ. ഓൺലൈൻ എക്സ്ചേഞ്ചുകൾ ഇതൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങളുടെ കയ്യിൽ പണം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൺലൈൻ എക്സ്ചേഞ്ച് വഴി ഇതിന് എന്ത് ചെയ്യാൻ വാങ്ങാം. അപ്പൊ നമ്മുടെ എന്ത് വേണം? USDT ഇല്ല, കയ്യിൽ കാശെങ്കിലും വേണം. ഇതിലേക്ക് അപ്പൊ വാങ്ങിക്കാൻ പറ്റത്തില്ല. അപ്പൊ മൂന്നാമതൊരു ഓപ്ഷൻ ഉണ്ട്. ആ മൂന്നാമതൊരു ഓപ്ഷനെ കുറിച്ച് നമുക്ക് ജസ്റ്റ് നമുക്കൊന്ന് മനസ്സിലാക്കി പോവാം. ആ പരിപാടിക്ക് പറയുന്ന പേരാണ് എന്ത് സ്മാർട്ട് കോൺട്രാക്ട്. അങ്ങനെ മൂന്നാമതൊരു അവസരങ്ങളുണ്ട്. എന്താണ് സ്മാർട്ട് കോൺട്രാക്ട് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ബ്ലോക്ക് ചെയിനിൽ ചെയ്തിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ഇപ്പൊ ക്ലിയർ ആയോ? എവിടാ ചെയ്തിരിക്കുന്നത്? ബ്ലോക്ക് ചെയിൻ നമുക്ക് മനസ്സിലായില്ലേ? മനസ്സിലായോ? ബ്ലോക്ക് ചെയിൻ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ പറ്റത്തില്ല. ക്ലിയർ ആയിട്ടുണ്ട്? ഇപ്പൊ മനസ്സിലായില്ലേ? ഇപ്പൊ വെറുതെ പറഞ്ഞത് മനസ്സിലായോ? ബ്ലോക്ക് ചെയിൻ എന്താണ്? ബ്ലോക്ക് ചെയിനിൽ ചെയ്തിരിക്കുന്ന ഒരു പ്രോഗ്രാമിന് പറയുന്ന പേരാണ് സ്മാർട്ട് കോൺട്രാക്ട്. ഈ സ്മാർട്ട് കോൺട്രാക്ടിന് ഒരു പ്രത്യേകത അറിയാവോ? ഒരു അഫിലിയേറ്റ് സിസ്റ്റമോ എന്തും ആയിക്കോട്ടെ, പക്ഷെ അതിനകത്ത് നോ ഹ്യൂമൻ കൺട്രോൾ. BTCയുടെ പ്രോഗ്രാമറിന്റെ പേര് സതോഷി നൊക്കമോട്ടാണെന്ന് പറയപ്പെടുന്നു. അങ്ങ് ഒരാളുണ്ടോ ഇല്ലയോ ഒന്നും അറിഞ്ഞുകൂടാ. പക്ഷെ ഒരു കാര്യം പറഞ്ഞാൽ BTCയുടെ എണ്ണം ഇനി കൂട്ടാൻ. മനസ്സിലായോ? ജസ്റ്റിൻ സൺ എന്നൊരു വ്യക്തിയുണ്ട്. ട്രോണിന്റെ പ്രോഗ്രാമറാണ്. ഓണർ അല്ലേ? ഓണർ അല്ല. അയാൾ വിചാരിച്ചാൽ എന്റെ നമ്പർ കൂട്ടാൻ പറ്റുമോ? ഇല്ല. പക്ഷെ അയാൾ ഒരു പരിപാടി ചെയ്യും. ആദ്യം പ്രോഗ്രാം ചെയ്യുമ്പോൾ കുറച്ച് കാര്യം നമ്മുടെ കയ്യിൽ വെക്കും. അപ്പൊ അതിന്റെ വില കൂടുമ്പോഴത്തേക്ക് പുള്ളിക്ക് അത് വിറ്റതിനെ കാശ് ആക്കാം. ഇത് വില കൂടണമെന്നുണ്ട്. പക്ഷെ പുള്ളി ഒരു കാര്യത്തിനകത്ത് നന്നായിട്ട് ജോലി എടുക്കണം. ഈ സിസ്റ്റം വർക്ക് ചെയ്ത് ഈ കറൻസിന്റെ അടുത്ത ലെവലിൽ തൂക്കാനുള്ള പണി ചെയ്യണം. മനസ്സിലായോ? ഇതൊക്കെ കാര്യമുണ്ട്. എന്തുകൊണ്ടാ പറയുന്നത്? അവസാനം ഞാൻ അതിലോട്ട് വരും. ഒരു ക്രിപ്റ്റോ കറൻസി ഉണ്ടാക്കിയാൽ പോരാ, ഡെവലപ്പ് ചെയ്താൽ പോരാ. ആ ഡെവലപ്പ് ചെയ്ത കറൻസിയുടെ വില കൂടണമെന്നുണ്ടെങ്കിൽ ചില പരിപാടികൾ ചെയ്യണം. ഇതിന്റെ പ്രോഗ്രാമർ ചെയ്യുന്നത് പോലെ ഈ പ്രോഗ്രാമറുടെ കൂടെ നമ്മൾ ചില പരിപാടികൾ ചെയ്യണം. ക്ലിയർ ആയോ? അത് ചെയ്താലേ ഏതൊരു കറൻസിയുടെ വില കൂടത്തുള്ളൂ. അപ്പൊ അതെന്താ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. അത് ജസ്റ്റ് കാണുന്നതിന് മുമ്പ് തന്നെ ആദ്യ കാലഘട്ടത്തിൽ ഒരു കറൻസിയുടെ പേരുണ്ടായിരുന്നു. ആ കറൻസിയുടെ പേര് എത്തേറിയം എന്നാണ്. എത്തേറിയം എന്ന് പറഞ്ഞ കറൻസിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? എത്തേറിയം എന്ന കറൻസി ആദ്യകാലത്ത് ഒരാള് വാങ്ങിച്ചത് അതിന്റെ ICO പ്രൈസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇനിഷ്യൽ കോയിൻ ഓഫർ എന്ന് പറയും. ഒരു കറൻസി ആദ്യകാലത്ത് വളരെ വില കുറച്ച് കിട്ടും. എന്താണ്? തുടക്ക കാലഘട്ടത്തിലാണ്. ഇതിന് ICO എന്ന് പറയും. ആ എത്തേറിയത്തിന്റെ അന്നത്തെ പ്രൈസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ 0.31 ആയിരുന്നു. എത്ര ഡോളർ? $1 താഴെ, ഏകദേശം 30-40 രൂപ. അത് $733 അയാള് അന്ന് ചെയ്തത്. സ്റ്റേക്കിംഗ് എന്ന് പറയും കേട്ടോ. ആ സംഭവം ചെയ്തപ്പോഴത്തേക്കും അയാൾക്ക് കുറെ നാളുകൾക്ക് ശേഷം ICO മാറി റിവാർഡായി കിട്ടിയത് $4.36 ബില്യൺ ആയിരുന്നു. എത്തേറിയത്തിന്റെ ആദ്യകാലത്തെ ഗ്രോത്തിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഇതുപോലൊരു കറൻസി നിങ്ങളുടെ കയ്യിൽ കുറച്ച് കിട്ടുകയാണെന്ന് വയ്ക്കാം. ഓക്കെ, അതും ഫ്രീ ആയിട്ട് കിട്ടുകയാണെന്ന് വയ്ക്കാം. ഫ്രീ ആയിട്ട് കിട്ടുമ്പോഴത്തേക്കും അതിന്റെ വില എങ്ങാനും നാളെ കൂടിയാലോ? നിങ്ങളോട് ആ ഒരു കാശ് മുടക്കി ഇത് വാങ്ങിക്കാനും പറയുന്നില്ല. അത് എന്റെ കയ്യിൽ വെച്ച് അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ശരി ആ കറൻസിക്കകത്തോട്ട് നിങ്ങളുടെ പണമെല്ലാം ഇടാനായിരിക്കും ഞാൻ പറയുന്നത്. അതും വേണ്ട. അതാണ് പ്രത്യേകത. സാധാരണ എല്ലാവരും ഇങ്ങനെ അറിയാം, പബ്ലിക്കിന്റെ കാശ് മേടിച്ചിട്ട് ഇതിനകത്ത് ഇടുമ്പോഴത്തേക്ക് ഇതിന്റെ വില കൂടും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സ്വാഭാവികമായിട്ടും ഇത് വെച്ചിരിക്കുന്ന ആൾക്കാർ വിൽക്കുമ്പോഴത്തേക്ക് ഇതിന്റെ വില കുറയുകയും ചെയ്യും. അപ്പൊ ഇത് പോരാ. ഇതിനു വേണ്ടി നമുക്കൊരു ചെറിയ സിസ്റ്റം വേണം. ആ സിസ്റ്റം നമുക്ക് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. റെഡിയാണോ? കുറെ കാര്യം ക്ലിയർ ആയോ? കുറെ പുകയൊക്കെ എന്ന് മാറിയോ? ഇല്ലേ? ആദ്യകാലത്ത് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുമ്പോൾ, ഇന്റർനെറ്റ് എന്ന് പറയുമ്പോൾ, വെബ്സൈറ്റ് എന്ന് പറയുമ്പോൾ, ക്രിപ്റ്റോ എന്തിനു വേണ്ടി വന്നെന്ന് പറഞ്ഞു, എങ്ങനെ ക്രിപ്റ്റോയുടെ വില കൂടിയെന്ന് പറഞ്ഞു, എന്തുകൊണ്ടാണ് ക്രിപ്റ്റോ അങ്ങനെ ആയെന്ന് പറഞ്ഞു. ക്ലിയർ ആകുന്നുണ്ടോ? സപ്ലൈ എന്താണെന്നുള്ളത് പറഞ്ഞു. ഉറക്കം വന്നിട്ടേ ഇല്ലല്ലോ? ഇല്ല, ഉറങ്ങുന്നവര് വരെ നല്ല ചാന്തായി. അപ്പൊ എന്താണ് കഴിച്ചേ? അടിപൊളിയായിട്ട് കഴിക്കുന്നത്. ടെസ്ല എക്സ് എന്ന് പറയുന്ന പേര് വളരെ ഫേമസ് ആയ ഒരു പേരാണ്. ആണോ അല്ലയോ? എന്തുകൊണ്ടാണ്?
ആണ് അല്ലെ? നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു ഈ ഫസ്റ്റ് സ്ലൈഡിൽ ഒരു സംഭവം നിങ്ങൾക്ക് ഇനി കാണാൻ സാധിക്കും. ദ ടോപ്പ് ക്രിപ്റ്റോസ് ബൈ മാർക്കറ്റ് ക്യാപ്. മാർക്കറ്റ് ക്യാപ് എന്താ? ഞാൻ ഒരു വെബ്സൈറ്റ് കാണിച്ചില്ലേ, അതിനകത്ത് ഏറ്റവും കൂടുതലുള്ളതിന്റെ കണക്കൊക്കെ നോക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അതാണ് കോയിൻ മാർക്കറ്റ് ക്യാപ്. അതിനെയാണ് മാർക്കറ്റ് ക്യാപ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും കൂടുതൽ മാർക്കറ്റില് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതിനെ മാർക്കറ്റ് ക്യാപ് എന്ന് പറയുന്നു. ഓക്കെ, ഇതിനകത്ത് ഏറ്റവും കൂടുതൽ സ്വാഭാവികമായിട്ടും PTC തന്നെയാണ്. എന്തുകൊണ്ടാണ്? ആദ്യം വന്നു. ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ക്രിപ്റ്റോ എന്ന് പറഞ്ഞാൽ ആദ്യം പറയുന്ന പേരെന്താ? ബിറ്റ്കോയിൻ. അപ്പൊ അത് ആദ്യം വന്നു എന്നുള്ളൊരു കാരണം കൊണ്ട് കൂടുതൽ ആൾക്കാർ അറിഞ്ഞു. അതിനുശേഷം ധാരാളം കറൻസികൾ വന്നു. ബൈനാൻസിന്റെ കറൻസി, അതിന്റെ മാർക്കറ്റ് ക്യാപ് കാണാം. സൊലാന ഉണ്ട്, റിപ്പിൾ ഉണ്ട്, ഡോജ് കോയിൻ ഉണ്ട്. ചില ആൾക്കാരൊക്കെ അതിഭയങ്കരമായി കാശുണ്ടാക്കിയതാണ് ഡോജ് കോയിനിൽ 3-4 വർഷത്തിന് മുമ്പ്. പക്ഷെ അന്ന് കാശുണ്ടാക്കിയവർ അപ്പം ഒരു സമയത്ത് വാങ്ങിച്ചേ ഇല്ലേ? വാങ്ങിച്ചതുകൊണ്ടല്ല പിന്നെ കാശുണ്ടാക്കിയത്. ഞാനൊരു പറയാം, BMW കഴിഞ്ഞ ഒരു 6-7 വർഷമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് അന്ന് BNB എന്റെ ഞാൻ ഒരു സമയത്ത് വാങ്ങിച്ചത്. BNBക്ക് എന്നിട്ട് വില കൂടി, മനസ്സിലായോ? അപ്പൊ എന്ത് വാങ്ങിക്കണമെന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏത് പ്രോജക്ട് ചെയ്യണമെന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് ഇത് പറഞ്ഞു വരുന്നത്. ഈ ഡോജ് എന്ന് പറയുന്ന കറൻസി ഞാൻ നേരത്തെ പറഞ്ഞു ആരുടെയാ? എലോൺ മസ്കിന്റെതാണ് എന്ന് നമുക്ക് പറയാം. എലോൺ മസ്ക് അതിനെ ബാക്കപ്പ് ചെയ്യുന്നുണ്ട് നന്നായിട്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്തുകൊണ്ടായിരിക്കും പുള്ളി ബാക്കപ്പ് ചെയ്യുന്നത്? ഇത് കൂടുതൽ പുള്ളിയുടെ കയ്യില് ഉണ്ടാവും. ക്ലിയർ ആയോ? പുള്ളിയുടെ ആ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇത് ക്രിയേറ്റ് ചെയ്തത് പുള്ളി അല്ല. പ്രോഗ്രാമിംഗ് ടീമിനകത്ത് അന്ന് പുള്ളി ഇല്ല. പുള്ളി നമ്മളെ പോലെ ഒരു ദിവസം എന്ത് പഠിച്ചു? ക്രിപ്റ്റോയെ പഠിച്ചു. പുള്ളി ഇതുപോലെ ബ്ലോക്ക് ചെയിനിൽ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയി. അതിൽ നാളൊന്നുമായിട്ടില്ല, ഒരു 3-4 years ആയിട്ടുള്ളൂ. തീർച്ചയായും മനസ്സിലാവും. അന്ന് പുള്ളി എന്ത് ചെയ്തു? ഡോജിനകത്തോട്ട് പുള്ളി ഇറങ്ങി. പുള്ളിക്ക് ലോകത്തിൽ ഒരു വിലയുണ്ട്. പുള്ളി ആ വില ഉപയോഗിച്ചു. പുള്ളി വീണ്ടും കാശ് ഉണ്ടാക്കുന്ന ഡോജിന്റെ കോയിൻ വില ഭയങ്കരമായിട്ട് കയറിയത്. ഇതുപോലെ ഒരു പക്ഷേ നാളെ ടെസ്ല എക്സ് ആവും. ഇതാവണമെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അതിനകത്ത് എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ? ആ കാരണം എന്താണെന്നുള്ളത് നമ്മൾ ജസ്റ്റ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അതെന്താന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. അപ്പൊ ഇനി അടുത്ത സ്ലൈഡ് ഇപ്പൊ വളരെ സിമ്പിൾ ആയി. നമ്മളുടെ എന്താണ്? സ്മാർട്ട് കോൺട്രാക്ട് ആണ്. ഇപ്പൊ ക്ലിയർ ആയേ? ഇനി ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാലോ അല്ലേ? ഇനി ഏതെങ്കിലും പ്രോജക്റ്റ് കൊണ്ട് വരുമ്പോഴത്തേക്ക് ഇത് ബ്ലോക്ക് ചെയിനിലല്ലേ? ചോദിക്കാലോ, സ്മാർട്ട് കോൺട്രാക്ടോ? ചോദിക്കാവില്ലയോ? വരുന്ന ആളെന്തായിരിക്കും പറയുന്നത്? ഇത് ഇട്ടാൽ എത്ര കിട്ടുമെന്നൊക്കെ പറയാനായിരിക്കും ചാടിക്കറി വരുന്നത്. അപ്പൊ ചോദിക്കണം, ഇത് ഏത് ചോദിക്കുമ്പോഴത്തേക്ക് അവരിറങ്ങി ഓടിക്കും. നമുക്ക് എന്തെങ്കിലും കുറച്ചെങ്കിലും അറിയാവുന്ന മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുറെ ഉടായ്പ നമുക്ക് മാനദിക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ അങ്ങനെ എനിക്കൊരു ഗുണം എന്നറിയോ? ഞാൻ അറിഞ്ഞോ അറിയാതെ വന്നു പെട്ടത്. നിങ്ങൾ പറയുന്ന പോലെ പലപ്പോഴും പറയാറില്ല, ഞാൻ അറിഞ്ഞോ അറിയാതെ പെട്ടുപോയത് ഇങ്ങനത്തെ ഒരു സാധനത്തിനകത്തായിരുന്നു എന്ന് പറയുന്ന പോലെ ഞാൻ അറിഞ്ഞോ അറിയാതെ വന്നു പെട്ടത് ഒരു സ്മാർട്ട് കോൺട്രാക്ട് ഡീസെൻട്രലൈസ്ഡ് പ്രോഗ്രാമിലായിരുന്നു. അതുകൊണ്ട് എന്ത് പറ്റിയില്ല? പണിയൊന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ പറയാം. കാരണം വ്യക്തമായി എനിക്ക് എന്നോട് പറഞ്ഞ ആളോട് ഞാനിത് ചോദിച്ചൊരു ദിവസം ഇതെന്താന്ന് ചോദിച്ചു. പുള്ളി എന്നോട് എനിക്ക് അറിഞ്ഞുകൂടാന്ന്. സ്വാഭാവികമായിട്ടും പിന്നെ എന്ത് ചെയ്യണം? വേറെ മാർഗമൊന്നുമില്ല. ഇങ്ങനെ പറഞ്ഞു തരുന്നു. അന്ന് ഈ പറയുന്ന പോലെ ക്രിപ്റ്റോ സ്പെഷ്യലിസ്റ്റുകളൊന്നും ലോകത്തൊന്നും ഇല്ല. തന്നെ എനിക്ക് പഠിച്ചേ പറ്റുള്ളൂ. കാരണം തലേന്ന് പഠിച്ചാലേ അടുത്തേക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ പഠിക്കാൻ തുടങ്ങിയതാണ്. കാരണം എന്നോട് പറഞ്ഞു തന്ന ആളും ഞാനൊന്നും യാതൊരു ബന്ധവും ഇല്ല. വഴിയിൽ എവിടെ വെച്ച് കണ്ട ഒരിട്ട പരിചയം കുടിക്കുന്ന ഒരാൾ സാധനം ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ കയറി നോക്കിയപ്പോൾ സൂമിനകത്ത് 1000 പേരുടെ പരിപാടി നടക്കുക. എത്ര? 4-5 വർഷം മുമ്പത്തെ കാര്യം. 1000 പേരോ? അപ്പൊ ഇതെന്താണെന്നൊക്കെ ഒന്ന് പഠിക്കണമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ തുടങ്ങുന്നത്. ഓക്കെ, അപ്പൊ ഇതുപോലൊരു ചാൻസ് ആവാം നിങ്ങളത്. അതിനുശേഷം ദൈവാനുഗ്രഹം കൊണ്ട് ആ പ്രോഗ്രാം ഇന്ന് റണ്ണിംഗ് ആണ്. പക്ഷെ അതിന്റെ ഒരു പ്രശ്നം എന്താണെന്നറിയോ? സ്മാർട്ട് കോൺട്രാക്ട് ഡീസെൻട്രലൈസ് ചെയ്യുന്ന ഒരു പ്രശ്നമുണ്ട്. എങ്ങനെ ചെയ്തിട്ടോ അത് അങ്ങനെ തന്നെ ഇരിക്കും. അത് കമ്പനിയല്ല മേഡം, സിസ്റ്റം. ആ സിസ്റ്റത്തിനുള്ള പേരാണ്. അതായത് ഒരു പ്രശ്നം എന്താണെന്നറിയോ? ഞാനതാ പറഞ്ഞു. ആ സിസ്റ്റം ഇപ്പോഴും റൺ. അപ്പൊ എല്ലാവരും ചോദിക്കും അങ്ങനെ അത് ചെയ്തുകൂടെ എന്ന്. ലോകം ഒത്തിരി മാറി. 5-6 വർഷം കൊണ്ട് ആൾക്കാരുടെ ഒരു പ്രശ്നം എന്താണെന്നറിയോ? ഫുൾ ജോലി എടുത്തൊന്നും എനിക്കൊരു പരിപാടി ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ താല്പര്യമില്ല. വെറുതെ എന്തെങ്കിലും ഈ സാധനം ഒരു ഭയങ്കര മാറ്റമായിരുന്നു ലോകത്ത്. അന്ന് വരെയുള്ള പ്രശ്നം ഒരു വലിയ പോസിറ്റീവ്, ഞാൻ ജോലി എടുക്കുമ്പോൾ കാശ് കിട്ടിയാൽ മതി. പിന്നെ അത് മാറ്റാനും പറ്റത്തില്ല. അത് ഇപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കും. പക്ഷെ ലോകം മാറിയതുകൊണ്ട് ലോകം മാറുന്നതിനനുസരിച്ച് ഒരു പ്രോഗ്രാമിന്റെ ആവശ്യം
ഒന്ന്. അങ്ങനെയാണ് നമ്മൾ ഒരു ഡീസെൻട്രലൈസ്ഡ് സ്മാർട്ട് കോൺട്രാക്ട് ആയി നമ്മുടെ പ്രോഗ്രാമിനെ മാറ്റണം എന്നുള്ള ആഗ്രഹവുമായി ഞാൻ ഒരു 2 മാസം മുമ്പ് 2 മാസമായി മലേഷ്യയിൽ പോയി നമ്മുടെ പ്രോഗ്രാംസിനെ കണ്ടു. അങ്ങനെയാണ് അതിൽ നിന്നാണ് ഇന്നും നമ്മളുടെ പ്രോഗ്രാം 100% ഡീസെൻട്രലൈസ്ഡ് അല്ല. ഞാൻ തുറന്നു പറയുകയാണ്, നിങ്ങൾ ഇരിക്കുന്നവർ മനസ്സിലായോ? ഇത് ഒരു ദിവസം കൊണ്ട് ആക്കാൻ പറ്റുന്ന പരിപാടി അല്ല. തൃശ്ശൂർ വെള്ളയപ്പം കാണിപ്പോ ഇങ്ങനെ എന്ന് പറയുമ്പോൾ വെള്ളയപ്പം ആവുന്നതല്ല. ഇതിന് കുറച്ച് ജോലി ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് എപ്പോ എങ്ങനെയാവും, അത് എങ്ങനെയാണ് ആവാൻ പോകുന്നത് ഞാൻ പറയാം. ഓക്കെ, ഇപ്പൊ ചെയ്തിരിക്കുന്നത് ഒരു പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാം 100% ഡീസെൻട്രലൈസ്ഡ് ആയിട്ടില്ല. ഇത് എന്നാവും, എങ്ങനെയാവും പഠിക്കണം. റെഡിയാണോ? റെഡി? ഇതാവണം ഞാൻ പറയാനുള്ള റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു മനുഷ്യനെ വിശ്വസിക്കാൻ പറ്റില്ല. എന്റെ അനുഭവം കൊണ്ട് ഞാൻ പറയാണ്, നിങ്ങൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂട. ഇന്നത്തെ കാലത്ത് മനുഷ്യനെ വിശ്വസിക്കാൻ പാടാം. കാശ് കിട്ടിക്കഴിയുമ്പോഴത്തേക്കും കാശില്ലാത്ത സമയത്തൊക്കെ മനുഷ്യൻ ഓരോരോ രീതിയിലാണ് നമ്മൾ പെരുമാറുന്നത്. പക്ഷെ ഒരാളെ വിശ്വസിക്കുക ആരെയാണെന്നറിയോ? ഇന്റർനെറ്റിനെയും പ്രോഗ്രാമിനെയും. അതായത് മനുഷ്യനല്ല, അവനെന്തില്ല, വികാരങ്ങളും ഇല്ല. അവനോട് പറഞ്ഞിരിക്കുന്ന കാര്യം അവൻ എന്നുവരെ പറ്റുമോ അതുവരെ ചെയ്തുകൊണ്ട് ഇരിക്കും. ഇതുകൊണ്ട് തന്നെ ഒരു പ്രോഗ്രാം ചെയ്തിട്ടാൽ ആ പ്രോഗ്രാമിനോട് നിങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യം അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? മിച്ചമുള്ള കാര്യങ്ങൾ എല്ലാവരുടെ കൂടി ചെയ്താൽ മതി. അപ്പൊ അതിൽ കുറെ ഭയങ്കര സമാധാനം നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് ഡീസെൻട്രലൈസ്ഡ് ബ്ലോക്ക് ചെയിൻ പ്രോഗ്രാം നമ്മൾ ചെയ്യണമെന്ന് പറയുന്നത് റീസൺ. ഓക്കെ, അപ്പൊ അതിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇങ്ങനെ പോകുമ്പോഴത്തേക്കും നമുക്ക് അടുത്തൊരു പോയിന്റ് നമുക്ക് കാണാൻ സാധിക്കും. ഏതൊരു ഇൻഡസ്ട്രിക്കകത്തും നിങ്ങൾക്ക് എത്ര കിട്ടും? 100 എത്ര കിട്ടും? എത്ര കിട്ടും? ഇല്ല പ്ലാൻ പറയുന്നത് 100 എത്ര കിട്ടും? 400 500 എത്ര? ഇതെനിക്കറിയാം. നമ്മളൊരു പ്ലാൻ പറയാൻ പോകുന്നത് ഏറ്റവും അടുത്ത്, എടാ നീ ഇതൊന്നും ചെയ്യണ്ട, നീ 100 ഇട്ടാ നിനക്ക് എത്ര കിട്ടും? ഇതാണ് ഇടക്കാലം കൊണ്ട് പറ്റിപ്പോയ ഒരു പ്രശ്നം. ഇതൊന്ന് മാറ്റി പിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണം. ഓക്കെ, ഈ 100 ഇട്ട 200 ജീവിതകാലം മുഴുവൻ കൊടുത്തോണ്ടിരിക്കാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ വേറെ മുത്തൂറ്റോ വശമറ്റോ അവരൊക്കെ ഭയങ്കര ബുദ്ധിയുള്ള ആൾക്കാരല്ലേ, പോയിട്ട് വെറുതെ ഇരുന്നാ പോലെ വേണ്ടത്. ഇന്ത്യയുടെ പണം മൊത്തം ഞാൻ പറഞ്ഞു നിങ്ങളോട്, നിങ്ങളുടെ നാട്ടുകാർ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ചോദിക്കായിരിക്കും ഇന്ത്യക്ക് ഭയങ്കര കടവാ, ആ കാശെല്ലാം ഇവിടെ കൊണ്ടിട്ട് 100 ദിവസം കൊണ്ട് ഡബിളായില്ലേ, ഇന്ത്യയുടെ കടം പോയില്ലേ? എന്തുകൊണ്ട്? അപ്പൊ 5 വർഷം നടത്തണം, 6 വർഷം നടത്തണം, ഇതൊക്കെ നടത്തിക്കൊണ്ട് പോകണമെന്നുണ്ടെങ്കിലോ ഇത് വെറുതെ പറഞ്ഞാൽ മാത്രം പോരാ. നിങ്ങൾ ലോജിക്കലി തിങ്ക് ചെയ്യണം, എങ്ങനെ ഇത് കൊടുക്കണോ? വേണ്ടേ? 100 ഇട്ട 200 കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ 200 കൊടുക്കാനുള്ള സോഴ്സ് കണ്ടുപിടിക്കണം. വേണ്ടേ? ആ സോഴ്സ് കുറെയൊക്കെ മനുഷ്യൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ കമ്പനി സിസ്റ്റം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പരിധിക്ക് മുകളിൽ നമുക്ക് വിശ്വസിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. ഞാൻ വിശ്വസിക്കത്തുമില്ല. കാരണം ഞാൻ കണ്ടിടത്തോളം ഒരു കമ്പനി വർക്ക് ചെയ്യുന്നത് ആ കമ്പനിയുടെ മുതലാളിക്ക് വേണ്ടിയായിരിക്കും, അല്ലേ? അങ്ങനെ തന്നെ ആണത്, തെറ്റൊന്നുമില്ല. മുതലാളിക്ക് കാശ് കിട്ടില്ലെന്നുണ്ടെങ്കിൽ പുള്ളി അത് നിർത്തിയിട്ട് വേറെ പണിക്ക് പോകും, ഒരു സംശയം വേണ്ട. അപ്പൊ കുറെയൊക്കെ വിശ്വസിക്കാൻ പറ്റും ഒരു ഡീസെൻട്രലൈസ്ഡ് സ്മാർട്ട് കോൺട്രാക്ട് ആണെന്നുണ്ടെങ്കിൽ. എന്ന് പറഞ്ഞിട്ട് നാളെ നമ്മളുണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ. എന്നോട് ചില ആൾക്കാർ ഇത് എത്ര വർഷം നിൽക്കും, ഇത് എത്ര വർഷം നിൽക്കരുത്, കുറച്ച് കഴിയുമ്പോൾ ഇരിക്കും. നമുക്ക് പറയാൻ അങ്ങനെയൊന്നും പറ്റില്ല എന്ന്. അങ്ങനെ പറയാൻ പറ്റുമോ? പക്ഷെ ലോജിക്കലി തിങ്ക് ചെയ്യണം, എത്ര വർഷം നിർത്താൻ പറ്റും, അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ എന്ത് ചെയ്താൽ എത്ര വരെ ഇത് ഓടിക്കാൻ പറ്റും ചിന്തിക്കാം. അങ്ങനെ തന്നെ നമുക്ക് എന്നാ അറിയോ, നമ്മൾ ഈ വെളിയിൽ പോകുമ്പോഴത്തേക്ക് ഇത്രയും വലിയ നെഗറ്റീവ് ആരും പറഞ്ഞിട്ടുണ്ടാവരുത്. ഫുള്ള് നെഗറ്റീവ് ആര് പറഞ്ഞിരിക്കണം? ഞാൻ പറഞ്ഞിട്ടുണ്ടാവണം. ഇത്രയൊക്കെ ഉള്ളൂ, ഇതിനൊക്കെ വരുന്നത് അവിടുന്ന് കേട്ടതാണല്ലോ. അപ്പൊ ഒന്ന് കാശ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സ്ട്രാറ്റജി വോട്ട് വരും. ഇപ്പൊ നിങ്ങൾക്ക് ഇത് വീക്കിലി ഉള്ള പ്രോഫിറ്റ് കിട്ടുന്നുണ്ടോ ഇല്ലയോ? ഇല്ലേ? ഫസ്റ്റ് എനിക്ക് തോന്നുന്നു ആദ്യത്തെ വീക്കിൽ 3.76 ആയിരുന്നു തോന്നുന്നു. അടുത്ത ആഴ്ച 4.something വന്നിട്ടുണ്ട്. ഈ ആഴ്ച കണക്ക് ലഭ്യമായിട്ടില്ല. എനിക്ക് തോന്നുന്നു അതുകൊണ്ട് 4 തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ എല്ലാ ദിവസവും 1% കിട്ടുന്ന ഇവിടെ നിന്നെടുത്ത് അവിടെ തരുന്ന ഒരു സാധനം അല്ല ഇതെന്ന് ആദ്യം മനസ്സിലായില്ലേ? ക്ലിയർ ആയോ? ഇവിടെ നിന്നെടുത്ത് അവിടെ തരുമല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും 1 വെച്ച് തന്നാലേ, അതല്ല തരുന്നത്. അപ്പൊ ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് ഇത് കുറച്ചുകൂടെ ട്രാൻസ്പെറന്റ് ആകാൻ പോകുന്ന ഒരു സാധനം ഇതിലേക്ക് എത്തും. അത് വീണ്ടും പറയുകയാണ്, ഇത് വർക്ക് ചെയ്യുന്നത് ഓട്ടോമാറ്റിക് AI ബേസ്ഡ് അൽഗോരിതമാണ്. അത് ഏത് അൽഗോരിതം വർക്ക് ചെയ്യുന്നത്? ഏത് AI ബേസ്ഡാ? ആ ഗ്രോക്ക് എന്നാണ് പറയുന്നത്. ഗ്രോക്ക് എന്താണ്? ഗ്രോക്ക് ആരുടെ? എലോൺ മസ്കിന്റെ AI ആണ് ഗ്രോക്ക്. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പൊ. ഓക്കെ, സിമ്പിളായി പറയാം. ചാറ്റ് GPT എന്ന് കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? ഡീപ് സീക്ക് എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടായിരുന്നോ? വല്ലപ്പോഴൊക്കെ ന്യൂസ് കാണണം.
ChatGPT, ഇതുപോലെ ഒരു AI പ്ലാറ്റ്ഫോമാണ് എലോൺ മസ്കിന്റെ നേതൃത്വത്തിലുള്ള ഗ്രോക്ക്. ഈ ഗ്രോക്കിന്റെ AI പ്ലാറ്റ്ഫോമാണ് നമ്മൾ ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയോ? ഇനി ഇത് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള AI ബോട്ട് ആക്കാനുള്ള സാധ്യതകളെ കുറിച്ച് നമ്മുടെ സിസ്റ്റം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുവരും? AI ബോട്ട് വരും. ഈ ബോട്ട് നമുക്ക് വേണ്ടി ഓട്ടോമാറ്റിക്കലി ഇത് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് റിയൽ ടൈമിലുള്ള ഡാറ്റ അനാലിസിസ് കിട്ടും. വെറുതെ പറയുന്നതല്ല. AI ബോട്ട്, ഈ ബോട്ട് നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യും. ഈ ബോട്ട് നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുമ്പോഴത്തേക്കും അവിടെ എന്ത് ട്രെയിൻ നടക്കും? ഫോറസ്റ്റ് ട്രേഡ് നടക്കും. ഫോറസ്റ്റ് ട്രേഡ് എന്താ നടക്കുന്നത്? ക്രിപ്റ്റോ അല്ല നടക്കും. നമ്മൾ നടക്കുന്ന ഫോറസ്റ്റ് ട്രേഡ് ആണ്. ഫോറസ്റ്റ് ട്രേഡ് അത് എന്ത് നടക്കുന്നുണ്ട്? കറൻസി ട്രേഡ് നടക്കും. ആ കറൻസി ട്രേഡ് വഴിയുള്ള ലാഭം നമുക്ക് കിട്ടും. ആ ലാഭത്തിന്റെ ഒരു ശതമാനമാണ് നമുക്ക് ഇതിലേക്ക് തരിക. ക്ലിയർ ആയോ? അപ്പം കുറച്ച് നാൾ, ഏകദേശം 2-3 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് റിയൽ ടൈം AI ബോട്ട് നിങ്ങൾക്ക് വേണ്ടി ട്രേഡ് ചെയ്യുന്ന അനാലിസിസ് ഉൾപ്പെടെയുള്ള ഡാറ്റ നിങ്ങളിലേക്ക് കിട്ടും. മനസ്സിലായത്? മനുഷ്യരിരുന്ന് റിയൽ ടൈമില് ട്രേഡ് എടുക്കുന്നത് പോലെ നമുക്ക് നമ്മുടെ വെബ്സൈറ്റിനകത്ത് ട്രേഡ് എടുത്തിരിക്കുന്ന കറൻസി പെയർ AI ഡാറ്റ എല്ലാം കാണും. ക്ലിയർ ആയോ? അങ്ങനെയാണ് നമുക്ക് അതിനുവേണ്ടി ഒരു ഗുണം എന്താണെന്നറിയോ? ഇതിന്റെ ഒരു പ്രത്യേകത ടെക്നിക്ക് പോകുന്നത്, ഇതിനകത്ത് ഒരു വലിയൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഫോറസ്റ്റ് ട്രേഡിങ്ങിനകത്ത് ലാഭം മാത്രം കിട്ടത്തില്ല. ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. ഇടയ്ക്ക് നഷ്ടം ഉണ്ടാവാനും സാധ്യതയുണ്ട്. എന്റെ ആരെല്ലാം നിന്റെ അടുത്ത് പറയുകയാണ് പ്രോഫിറ്റ് മാത്രം ഡെയിലി 5%, 10% കിട്ടത്തില്ല. പക്ഷെ ഇവിടെ ഒരു സാധ്യതയുണ്ട്, നഷ്ടം കുറയ്ക്കാം. നഷ്ടം എന്ത് ചെയ്യാം? കുറയ്ക്കാം. ക്ലിയർ? നഷ്ടം കുറച്ചുകൊണ്ട് വരാൻ പറ്റും. അങ്ങനെ മാസം 15-16% ഒക്കെ നമുക്ക് ഇതിനകത്ത് കിട്ടും. ക്ലിയർ ആയോ? അപ്പൊ ഇത് മാത്രം പോരാ, ഇതിന്റെ കൂടെ തന്നെ മറ്റ് സാധ്യതകൾ തേടണം. അങ്ങനെ ഒരു സാധ്യതയാണ് അടുത്തത്. ആ സാധ്യതയാണ് ശരിക്കും പഠിക്കേണ്ട കാര്യം. ടെസ്റ്റ് ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്ന കറൻസി നമ്മുടെ കയ്യിലേക്ക്. അപ്പം നിങ്ങളുടെ കയ്യിലെ പണം ടെസ്റ്റ് വാങ്ങിച്ചോ എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞോ? ഞാൻ പറഞ്ഞില്ലല്ലോ. നിങ്ങൾ $100 മുടക്കി, അതായത് എല്ലാവരും ചെയ്യുന്ന പരിപാടി, പബ്ലിക്കിന്റെ കാശ് മേടിച്ചിട്ട് ക്രിപ്റ്റോയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും. ആ ക്രിപ്റ്റോയുടെ വില കൂടും. കുറച്ച് കൂടി കഴിയുമ്പോൾ അതിന് വിൽക്കും എന്ന് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു. ഇല്ല, ഇത് എൻറ്റയർലി ഡിഫറെന്റ് ആയ ഒരു പ്രോജക്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാം, വേണ്ടെങ്കിൽ. പക്ഷെ വേറൊരു രസമുണ്ട്, ആദ്യകാലം വന്നിരുന്നവർക്ക് ഈ സംഭവം ICO പീരീഡ് പോലെ ഫ്രീ ആയി കിട്ടും. എങ്ങനെ കിട്ടും? ഫ്രീ ആയി കിട്ടും. ഉദാഹരണത്തിന് 10 പൈസക്കാണ് ഈ കറൻസി നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് വയ്ക്കുക. സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക. 10 പൈസയുടെ കറൻസി ഒരു 2-3 വർഷം കഴിയുമ്പോഴത്തേക്കും 1 രൂപയായി മാറിക്കഴിഞ്ഞാൽ ഇതിന്റെ വളർച്ച എത്ര ശതമാനമാണ്? എത്രയാ? 10 ഇരട്ടി. 10% 10 ഇരട്ടി. 1000 വിട്ടാൽ അത് എത്രയായി മാറിയിട്ടുണ്ടാവും? 10 ഇരട്ടിക്കും. മനസ്സിലാവുന്നു? 10 ടൈംസ് ആണ്. ഈ 10 ടൈംസ് മാറണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിന് മുകളിലേക്ക് പോകാം. അങ്ങനെ മാറണമെന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവണം. ആ കാരണമാണ് നമ്മൾ ആദ്യം പറഞ്ഞു പോകുന്നത്. ഒന്ന്, ഇത് ഡെവലപ്പ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഡെവലപ്പ് ചെയ്ത് എന്ത് നിങ്ങളിലേക്ക് കിട്ടുമെന്നുള്ള ഞാൻ ലാസ്റ്റ് പറയാം. ഈ ക്രിപ്റ്റോ കറൻസിക്കുള്ള ഡെവലപ്മെന്റ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഉടനെ തന്നെ അധികം ഡിലേ ഉണ്ടാവില്ല. അടുത്ത മാസം ഇതിലേക്ക് തന്നെ എന്ത് വരും? ഇതിന്റെ വൈറ്റ് പേപ്പർ വരും. എന്ത് വരും? വൈറ്റ് പേപ്പർ. വൈറ്റ് പേപ്പർ എന്ന് പറഞ്ഞാൽ എന്താ? വെള്ള കടലാസിലെ പേപ്പർ. വൈറ്റ് പേപ്പർ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായി ഏതൊരു കറൻസിയും എത്ര എണ്ണമുണ്ട്, അത് എങ്ങനെയാണ് ഇങ്ങനെ ആവാൻ വേണ്ടി പോകുന്നത്, ഇത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു, അതിന്റെ പേര് യൂട്ടിലിറ്റി. മനസ്സിലായി? ഇങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം കൂടി നിങ്ങളുടെ കയ്യിലുള്ള സാധനം കിട്ടും. ഞാൻ വീണ്ടും പറഞ്ഞു, നിങ്ങൾ അതിനകത്ത് പണം കൊണ്ടുവരേണ്ട ആവശ്യമൊന്നും ഇല്ല. അപ്പൊ അതിനുവേണ്ടി ഒരു പരിപാടി നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഒന്ന്, കുറെ നാളുകൾക്ക് മുമ്പേ ഒരു ഹാംസ്റ്റർ കോമ്പാറ്റ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് പിള്ളേർ ഇരുന്നുകൊണ്ടിരുന്ന ഈ മൊബൈലിന്റെ പുറത്ത് തട്ടുന്നുണ്ടായിരുന്നു. ആരൊക്കെ ശ്രദ്ധിച്ചു? ഉണ്ടായിരുന്നോ? ട്രൈ ചെയ്തായിരുന്നോ? എന്നിട്ട് ഒരു കിട്ടിയോ? ഇല്ല, കിട്ടത്തില്ല. വെറുതെ ഇരുന്ന് തട്ടിയാൽ കിട്ടുമോ? പക്ഷെ എന്നത്തെ രസം എന്നറിയോ? ലോകം മുഴുവൻ ഇത് അറിഞ്ഞു. ലോകം മുഴുവൻ ഇത് ഫേമസ് ആയി, അല്ലേ? ഭയങ്കര ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്തു. എന്ന് വെച്ചാൽ ലോകത്തിലെ എന്ത് സാധനം നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഒരു കമ്മ്യൂണിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ കമ്മ്യൂണിറ്റിനെ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്രിപ്റ്റോയിൽ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവരണം, ഒരിടത്തോട്ട് കൊണ്ടുവരണം. നമ്മൾ എങ്ങനത്തെ കമ്മ്യൂണിറ്റിയാണ്? പറഞ്ഞേ, നീ 100 രൂപ എനിക്ക് നിനക്ക് എത്ര കിട്ടും?
200 കിട്ടും. അത് സാറിന്റെ പൊന്നു സാറേ എനിക്ക് അതല്ലേ അറിയും, ആ സാധനമല്ലേ അതൊക്കെ 100 200 കിട്ടിക്കും, അതൊക്കെയാണ്, അത് നമ്മൾ ഇതിന്റെ ഒരു ഭാഗം തന്നെയാണ്. പക്ഷേ ഇതൊന്നും ഇതിനേക്കാൾ വലിയ ഡെപ്തില് ഓരോ ദിവസവും ടെലിഗ്രാം ഗ്രൂപ്പുകൾക്കകത്ത് പുതിയ പുതിയ ക്രിപ്റ്റോ കറൻസിയെ കുറിച്ച് വരുന്നു. ഡെയിലി 1000, 100, 200, 500 ഡോളർ ഒക്കെ മുടക്കുന്ന കുറെ ആൾക്കാരുണ്ട്. കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ആ അവർ ഈ ക്രിപ്റ്റോയെ കുറിച്ച് പഠിക്കും. അവരാകെ ചെയ്യുന്നതിനാണെന്നറിയോ? KKPP. അതെന്ന് $1000 ഒക്കെയാണ്. എനിക്കറിയാവുന്ന ഒത്തിരി, എനിക്ക് ഒരു പരിചയം, ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എന്റെ വീടിനടുത്ത് ജെയ്സൺ എന്ന് പറഞ്ഞ മനുഷ്യനുണ്ട്. പുള്ളിയോട് ഞാൻ കുറെ 2-3 വർഷമായിട്ട് എനിക്ക് പുള്ളി അറിയാം. പക്ഷെ ഒരു 4-5 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി എന്റെ അടുത്ത് വന്ന് പറയുന്നത്, ഞാൻ ക്രിപ്റ്റോയ്ക്കകത്ത് എന്തൊക്കെ അറിയാവുന്നുണ്ട് പുള്ളി എന്റെ അടുത്തോട്ട് വന്നു. പുള്ളി ടെലിഗ്രാം അങ്ങോട്ട് ഓപ്പൺ ചെയ്തു. ടെലിഗ്രാമിനകത്ത് നോക്കിയപ്പോഴത്തേക്ക് മൊത്തം ഒരു ചോക്ക് കറൻസികളാണ്. പുള്ളിയോട് പറയാം, ബ്രോ ഞാൻ ഒരു $10,000 മുടക്കിയിട്ടുണ്ട്. ഈ $10,000-നകത്ത് $5,000 എന്ത് ചെയ്യുമെന്നറിയോ? ഓൾറെഡി നമുക്കറിയാവുന്ന BNB, എതറിയം പോലുള്ള കറൻസികളിലേക്ക് ഇടും. മിച്ചമുള്ള 5,000 ഞാൻ എന്ത് ചെയ്യും? പലതിലും പുതിയതിനകത്ത് ഇടും. കുഴപ്പമില്ല, 5,000 പൊക്കോടെ. പക്ഷെ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം കിട്ടും. ഇതിലേതിലും ഒരെണ്ണം കിട്ടും. നമ്മുടെ പ്രശ്നം എന്നറിയോ? അയ്യോ എന്റെ 1000 പോയി, ഇന്നോട് കൂടെ എന്റെ ജീവൻ. ഇത് നമ്മുടെ പ്രശ്നമാണ് അല്ലേ? അല്ലാത്തൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. നമ്മൾ വിചാരിക്കുന്നറിയോ? നമ്മൾ പോയി ഈ 10,000 രൂപ മേടിച്ച് 10,000 രൂപ എന്റെ നിന്ന് പോയി കഴിഞ്ഞ് എന്നോട് തിരിച്ചു പോയി ഇങ്ങനെ ഒരു ആൾക്കാരല്ലേ? നാളെ ഇങ്ങനെ ഇവർക്ക് കിട്ടിയാലോ? അവർക്ക് ചിലപ്പോൾ കിട്ടാൻ ചാൻസ്, പക്ഷെ കിട്ടിയാലും നമ്മളോട് അതൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഞാൻ മേടിച്ചു അത് കിട്ടിയെന്ന് പറയും, ഇത്രേ ഉള്ളൂ. അത് വേറെ കാര്യം. പക്ഷേ ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി വെളിയിലുണ്ട്. ഇതാണ് എന്റെ പോയിന്റ്. ഇതിലേക്ക് നമുക്ക് എത്തണ്ടേ? ഇതിലേക്ക് നമ്മൾ എത്തണമെന്നുണ്ടെങ്കിൽ സാറ് PPT വേണം, കറണ്ട് വേണം. ഞാൻ ഇന്നിവിടെ വന്നിട്ടേ 1 മണിക്കൂറിനകത്ത് 7 പ്രാവശ്യം കറണ്ട് പോയി. ഇപ്പൊ ഇത്രയും നേരം ആദ്യമായിട്ട് അത്രയും നേരം കിട്ടുന്നത്. റൂമിലങ്ങോട്ട് പോയി 1 മണിക്കൂർ 7 പ്രാവശ്യം. അതിന്റെ താഴെ പോകാനുള്ള സമയം പോലും കിട്ടിയില്ലതാ. സാറേ അത് താഴെ ജനറേറ്റർ വല്ല ഉണ്ടോ ജസ്റ്റ് ചോദിച്ചു നോക്കാം. അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യം, സാധാരണക്കാരനല്ല ഇതിനകത്ത് ക്രിപ്റ്റോ ലോകത്ത് ഏറ്റവും കൂടുതൽ യൂസേഴ്സ് ഉള്ള കമ്മ്യൂണിറ്റി ഉള്ള രാജ്യം ഏതാണെന്നറിയോ? ഇന്ത്യയിലാണ്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആൾക്കാരുള്ളത് എവിടെയാ? നമ്മുടെ ഇന്ത്യയിലാണ്, ഇന്ത്യ മഹാരാജ്യത്താണ്. അപ്പം ഇതിനകത്ത് തന്നെ നമുക്കൊരു കമ്മ്യൂണിറ്റി വന്നു കഴിഞ്ഞാൽ അവര് ഈ പല കാര്യങ്ങൾ ശ്രദ്ധിക്കും. ഈ പല കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോഴത്തേക്കും അവര് ഡെയിലി പലയിടങ്ങളിൽ നിന്നും $1,000, 5,000, ഞാൻ നേരത്തെ പറഞ്ഞ $5,000 ഇടുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ $50,000, $1,00,000 ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർ ഉണ്ട്. ഇവരിലേക്ക് ഇത് എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് നമ്മുടെ പോയിന്റ്. ആ പോയിന്റ് ആണ് എന്താണ്? നമ്മൾ ഗെയിംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. എന്തുകൊണ്ടൊരു ഗെയിംസ്. ഈ ഗെയിംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പക്ഷേ നമുക്ക് ഇപ്പോഴും ഇതിന്റെ വില അറിയില്ല. വീട്ടിൽ പോയിട്ട് പിള്ളേർ ഇത് എന്താ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നു നോക്കണം. അവരവരുടെ ഫോൺ എടുത്തോണ്ട് എന്തുകൊണ്ടിരിക്കുകയായിരിക്കും? ആണോ? അല്ലേ? ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഗെയിമിംഗ് കമ്മ്യൂണിറ്റി ഉണ്ട്. ഇതിനകത്ത് ക്രിപ്റ്റോ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഭയങ്കര ആൾക്കാരുണ്ട്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുമെന്നറിയോ? ആദ്യം തന്നെ വരാൻ വേണ്ടി പോകുന്നത് ഈ അനൗൺസ്മെന്റ് നമ്മൾ കൊടുക്കാണ്. വരുന്ന 1 മാസത്തിനകത്ത് നമ്മുടെ ഫസ്റ്റ് ഗെയിം നമ്മൾ റിലീസ് ആക്കുക. വെറും 30 ഡേയ്സിനകത്ത് സാധനം നിങ്ങളിലേക്ക് കിട്ടും. ഫസ്റ്റ് ഗെയിം മനസ്സിലായോ? ഈ ഗെയിമിനകത്ത് വെർച്വൽ മൈനിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. വെർച്വൽ മൈനിങ് എന്ന് വെച്ചാൽ ഗെയിം കളിക്കുന്ന കമ്മ്യൂണിറ്റിക്ക് നമ്മൾ ഈ സാധനം കൊടുക്കും, നമ്മുടെ ടെസ്റ്റ് കറൻസി കൊടുക്കുന്ന രീതിയിലായിരിക്കും ഇത് പ്ലാൻ ചെയ്യുക. ക്ലിയർ ആയോ? ഒരു ചായ കുടിക്കുന്ന സമയമുണ്ടോ സാറേ? ടീ ബ്രേക്ക് കൊടുക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് 1/2 മണിക്കൂർ